الحمد لله رب العالمين. الصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير. وقال النبي صلى الله عليه وسلم: ما منكم من أحد إلا سيكلمه ربه ليس بينه وبينه ترجمان ولا حجاب يحجبه فينظر أيمن منه فلا يرى إلا ما قدم من عمله وينظر أشأم منه فلا يرى إلا ما قدم وينظر بين يديه فلا يرى إلا النار تلقاء وجهه فاتقوا النار ولو بشق تمرة أو كما قال عليه الصلاة والسلام. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളുടെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസത്തെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ യുദ്ധത്തെ കാരണമാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ ഹിദായത്തിന്, മനുഷ്യർക്ക് വഴി കാണിക്കാൻ അംബിയ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചുകൊണ്ട് ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ പ്രവാചകന്മാർ ആദ്യത്തെ മനുഷ്യനെ തന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്നുവെച്ചാൽ ആദ്യത്തെ ആൾക്കാരെ കുറച്ച് ഉത്തരവാദിത്വം മനുഷ്യർക്ക് വഴി കാണിക്കലായി. പിന്നെ ഓരോരോ നബിമാർ, ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങി ഇങ്ങനെ ഓരോ നബിമാർ വന്നു. ആ നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളിൽ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അധ്വാനാണ് ചെയ്തത്. അതൊരു നബി വരും, പരിശ്രമിക്കും, ജനങ്ങളിൽ അധ്വാനിക്കും, ജനങ്ങളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. കുറെ ആളുകൾ അവരെ നിഷേധിക്കും, എതിർക്കും, പീഡിപ്പിക്കും. അങ്ങനെ ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി അള്ളാഹുവിലേക്ക് യാത്രയായി. വീണ്ടും ജനങ്ങൾ വഴികളിലേക്ക് തിരിയാൻ തുടങ്ങും. അപ്പൊ വീണ്ടും നബിമാര് വരും, നബിമാരും പരിശ്രമിക്കും. ഇതേപോലെ തന്നെ കുറെ ആളുകൾ അംഗീകരിക്കും, കുറെ ആളുകൾ വിയോജിക്കും, കുറെ ആളുകൾ ഉപദ്രവിക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. വീണ്ടും ആ നബി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കും, അള്ളാഹുവിലേക്ക് യാത്രയാകും, അടുത്ത നബി വരും. ഇങ്ങനെ അതിന്റെ ഒരു സിൽസില, അതിന്റെ ഒരു ചങ്ങല, അതിന്റെ ഒരു പരമ്പര ഇങ്ങനെ വന്നുകൊണ്ട് ആ പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാർ അലൈഹിസ്സലാത്തു വസ്സലാമാണ് നമുക്കറിയുന്ന പ്രവാചകന്മാർ. 1,24,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറവ് നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. ഈ നബിമാരെല്ലാവരും ചെയ്ത പണി ഇതായിരുന്നു. സ്വന്തം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നതോടൊപ്പം മനുഷ്യരെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുക. ഇതിങ്ങനെ നടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരേക്കുള്ള ആളുകളുള്ള നബിയായിട്ട് അയച്ചു. ജിന്നുകൾക്കും മനുഷ്യരാശിക്കും എല്ലാവർക്കും നബി അയച്ചു. ആ നുബുവത്തിന്റെ കാലം 23 കൊല്ലമാണ്. 23 കൊല്ലം കൊണ്ട് ദീൻ മുക്കമ്മലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ദീൻ മുക്കമ്മലാക്കി, പൂർത്തിയാക്കി. എന്താണ് ദീൻ പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തുടങ്ങി എന്നിട്ട് 23 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കിയതാണോ? അല്ല. ഇസ്ലാമിന്റെ നമ്മൾ സാധാരണ ഇസ്ലാമിന് കണക്ക് പറയുന്നത് 1400 വർഷം. 1400 വർഷമല്ല. ഇസ്ലാം ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടേ വരുന്നതാണ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആരുടെ ദുആണ്? ഹദ്റത്ത് ആദം അലൈഹിസ്സലാമിന്റെ ദുആണ്.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. അങ്ങനെ ഓരോ നബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി പൂർത്തിയായി. സാധാരണ നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഇടാൻ വേണ്ടി കുപ്പായുണ്ടാവും. ഒരു കർമ്മൂല് കുറെ വെള്ളം കുത്തപ്പെട്ടാണ് അവിടെ കെട്ടുന്ന ഓയിലുമായില്ല എടുത്ത് എത്ര കൊല്ലം അത് അത്ര കൊല്ലൊന്നുമില്ല. അതായത് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അത് മാറും. പിന്നെ അതിന്റെ കുപ്പായിട്ട് കൊടുക്കലോ. പിന്നെ ഇങ്ങനെ അങ്ങനെ ആവും. ചെറിയ കുട്ടിയുടെ കുപ്പായത്തിനനുസരിച്ചാണ് ഇങ്ങനെ ഒരു 2 മാസം 3 മാസം തന്നെ എന്താവും, എന്താണ്ട് ഭയങ്കര മാറിക്കൊണ്ടിരിക്കും. 5 വയസ്സിന്റെ കുട്ടിന്റെ കുപ്പായം അവനാകെ 7ാമത്തെ വയസ്സിൽ കൊടുത്താല് ഒരു കൊള്ളൂല. ചെരുപ്പ് മാറണം, കുപ്പായം മാറണം, എല്ലാം മാറണം. പക്ഷെ അതൊരു സ്ഥലത്തെത്തിയാൽ പിന്നെ ഇപ്പൊ സാധാരണഗതിയിൽ ഇരിക്കുന്ന ആൾക്കാരൊന്നും അളവ് കൊടുക്കുന്നു വേണ്ട. ഇങ്ങനെ 50ാമത്തെ വയസ്സിലെ കുപ്പായം 55ാമത്തെ വയസ്സിൽ കൊള്ളൂലെന്നൊന്നും ആരും പറയില്ല. അത് തീർന്നു. ഇതേപോലെ നുബുവത്തിന്റെ സിൽസില വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി അത് മുകമ്മലാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. നമുക്ക് അറിയില്ല. പക്ഷെ ജൂതന്മാരെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ആയത്താണ് ഇറങ്ങിയത്. ഈ ആയത്ത് ഇറങ്ങിയതിന്റെ പേരിൽ ഞങ്ങളായിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കുവറ്റേനെ, ഞങ്ങൾ അങ്ങനാക്കിയനെ, ഞങ്ങൾ ഇങ്ങനാക്കിയനെ എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ ഇസ്ലാം പൂർത്തിയായ ചെറിയ കേസല്ല. 1 മുതൽ 1 ലാസ്റ്റ് ശാസ്ത്രങ്ങളോട് അത് മുക്കമ്മലാണ്. അല്ലാഹ് പൂർത്തിയാക്കി കൊടുത്തു. ഇനി ഇതിലെത്തില്ല. ഇനി ഇതിൽ കൂട്ടാനോ കുറക്കാനൊന്നുമില്ല. അത് മുക്കമ്മല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ നിയമത്തിനെ സമ്പൂർണ്ണമാക്കി തന്നു. വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. നിങ്ങളുടെ ജീവിതത്തിന് വഴിയായി ഇസ്ലാമിനെ എന്താക്കി തന്നു, ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നു. ആര് പറയണേ? എന്നുവെച്ചാൽ ഇസ്ലാം തൃപ്തിപ്പെട്ട് തന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെട്ട് തന്നതിനെ നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഞാൻ എന്താവും? ഞാൻ തൃപ്തനാവും. അതുകൊണ്ട് ദീനിനെ മുകമ്മലാക്കി. അതൊരു ഭയങ്കര സംഭവമാണത്. ഭയങ്കര സംഭവമാണ് ദീനിനെ മുകമ്മലാക്കി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്പൂർണ്ണമായി. അതുകൊണ്ട് ഇങ്ങനെ നബി വരാനില്ല. ലാ നബിയ ബഅദി വലാ ഉമ്മത ബഅദകും. എനിക്ക് ശേഷം നബി വരാനില്ല, നിങ്ങൾക്ക് ശേഷം ഉമ്മത്തിയോട് വരില്ല. അപ്പൊ പിന്നെ ഖിയാമത്ത് നാൾ വരെ മനുഷ്യർക്ക് ഈ ദീൻ എങ്ങനെ എത്തും? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്കുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അവരുടെ യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക ഫഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലത ഖുർആൻ. അല്ലാഹു പറയും, യാ അയ്യുഹർ റസൂൽ, ഏ പ്രവാചകരെ, ഏ മുസ്ലിമീങ്ങളെ, ബല്ലിഗ് തങ്ങൾ എത്തിച്ചു കൊടുക്കുക. തബ്ലീഗിന്റെ അംറാണ് എന്ത്? ബല്ലിഗ്, കൽപ്പനാക്രിയ. ബല്ലിഗ് എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക. തങ്ങൾ എത്തിച്ചു കൊടുക്കുക. ബല്ലിഗ്, നീ എത്തിച്ചു കൊടുക്കുക. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക. നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത്, തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് ഈ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. ഫഇൻ ലം തഫ്അൽ അവിടെ രീതി മാറണം. ഇനി നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ബല്ലിഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തബ്ലീഗ് ചെയ്തില്ലെങ്കിൽ എന്നല്ല പറഞ്ഞേ. ആണ്. ഇതൊരു പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. ഇതൊരു അമലാണെന്ന് മനസ്സിലായി. ഏതുപോലെ? നിസ്കാരം പോലെ, നോമ്പ് പോലെ, ബാക്കിയുള്ള പോലെ ഒരു ഫിഅൽ ആണ് എന്ത്? തബ്ലീഗ്. അപ്പം നിങ്ങൾ ഈ പണി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വിസാലത്തിനെ എത്തിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ നബിമാർക്ക് ഉണ്ടാവേണ്ട വാജിബായ 4 സിഫത്തുകളുണ്ട്. അതൊന്നും നിങ്ങളോട് ചോദിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല അല്ലെ? സിഫത്തുകൾ, വാജിബായ 4 സിഫത്ത്, മുസ്തഹീലായ 4 സിഫത്ത്, പിന്നെ ജായിസായ 1 സിഫത്ത്. എന്താണ് നഗരം? എന്താ നിങ്ങൾ കേട്ടു? നമ്മള് കേട്ടു. 4 സിഫത്തുകളുണ്ട്. സിദ്ഖ്, അമാനത്ത്, ഫതാനത്ത്, തബ്ലീഗ്. വാജിബായ സിഫത്താണ്, നിർബന്ധമായിട്ടുണ്ടാവണം. ഇതുണ്ടെങ്കിൽ നബിയാവും. ഒന്ന് സത്യം പറയുന്ന ആളാണ് നബി. ഒരിക്കലും എന്ത് പറയാൻ പാടില്ല, തമാശക്കും കൂടി എന്ത് പറയാൻ പാടില്ല. കാരണം
നബിനെ വിശ്വസിക്കുന്ന ആളാണ്. തമാശക്ക് കൂടി കളവ് പറയാൻ പാടില്ല. മനസ്സിലല്ലേ? കളവ് പറഞ്ഞാൽ ഈ പണി എടുക്കാൻ പറ്റില്ല. കാരണം ഇയാൾ ഏതാ പറഞ്ഞത്, സത്യമാണോ കളവാണോ എന്ന് അറിയില്ലല്ലോ. അത് മനസ്സിലായല്ലോ. പിന്നെ അമാനത്ത്, വിശ്വസ്തത ഉണ്ടാവണം. ഏൽപ്പിച്ച കാര്യം ചെയ്യണം, അള്ളാഹു ഏൽപ്പിച്ച കാര്യം എത്തിച്ചു കൊടുക്കണം. ഫതാനത്ത്, ബുദ്ധിപൂർമ്മത ഉണ്ടാവണം. ഭ്രാന്തനത്തിന് പറ്റില്ല, നിബിയാക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരാൾ നബിയായ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മജ്സൂബിനെ ഫോളോ ചെയ്യാൻ പാടില്ല. മജ്സൂബ് പറഞ്ഞാൽ എന്താ? മജ്സൂബ് പറഞ്ഞാൽ എന്താ? ജസ്ബിന്റെ ഹാലിലാണ്. മനസ്സിലായില്ലേ? ജസ്ബിന്റെ ഹാൽ. ജസ്ബിന്റെ ഹാൽ എന്ന് പറഞ്ഞാൽ അവര് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് എനിക്ക് ഫുള്ള് ഇതൊന്നും കഴിയില്ല. ഞാൻ കേട്ടതാണ്, ഞാൻ ടീച്ചറിനോട് ഉമ്മന്റെ അടുത്തുനിന്ന് പോന്നും ചെയ്തതിന് ബാബന്റെ അടുത്തേക്ക് എന്തിനു വേണ്ടി പറഞ്ഞതൊന്നും എനിക്കറിയില്ല, അങ്ങനെ കേട്ടതാണ്. ഇതേപോലെ പിന്നെ കുട്ടി ചെയ്തതിന് എന്നാല് അടച്ചണ്യമായി അങ്ങോട്ട് എത്തിച്ചിട്ടില്ലാത്ത ആൾക്കാരെന്ന് പറയും മജ്സൂബ് എന്ന് പറയും. മജ്സൂബ്, ജസ്ബുള്ള ആൾ. അപ്പൊ അവരെ അവർക്ക് ഫുള്ള് ആലുമാറ്റങ്ങൾ ഉണ്ടാവും. മനസ്സിലുണ്ടല്ലോ പറഞ്ഞു. ഒരു ചിലപ്പോ കുളിക്കൂല, ഒരു ഭയങ്കര കുട്ടിച്ചേട്ടൊക്കെ ഉണ്ടാവും, ഒരുപാടൊക്കെ പറയും. ചിലപ്പോ ഭയങ്കര പോയിന്റൊക്കെ പറയാം, ചിലപ്പോ ഒരു മനസ്സിലാവാത്തൊക്കെ പറയും, ചിലപ്പോ ഒരു വസ്ത്രം ഉണ്ടാവില്ല, ഒക്കെ ഉണ്ടാവും. ഞമ്മള് അങ്ങനത്തെ ആൾക്കാരെ നമ്മളോട് പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഹാരി, അവരെ അവസ്ഥയിൽ വിട്ടേക്ക്, ഓരോ കാര്യത്തിൽ ആ തീരുമാനം എടുത്തോട്ടെ. നമ്മൾ ഓരോ ഫോളോ ചെയ്യാനോ ഓരോ അതിന്റെ കാര്യം കൂടാതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട. എന്താ ഓരോ വിമർശിക്കാനും പോണ്ട, ഓരോ ഇതാക്കാനും കൊണ്ടാനും പോണ്ട, ഓരോ വിട്ടേക്ക്. കാരണം ഫതാനത്ത് ഉണ്ടാവണം. എന്തിന് ഒരാൾ ഫോളോ ചെയ്യാനായാൽ ഫതാനത്ത് ബുദ്ധിയുള്ള ആളായിരിക്കണം. എനിക്ക് മനസ്സിലാവുട്ടോ? നമ്മളും അധികം ആൾക്കാർ പറയല് പിന്നെ പലപ്പോഴും ഔലിയാവാനുള്ള സുഖത്ത് എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ആളാവാനാണ്. എങ്ങനെന്താണ്? ചെറുതായിട്ട് കിലിങ്ങ എന്നാ പറയും. കിലിങ്ങ എന്ന് പറയാൻ പറ്റി പറയാൻ പാടില്ല, എന്നാലേ പറയാം. മജ്നൂൻ എന്ന് പറയാൻ പറ്റി പറയുന്നത് ബഹ്ലൂൽ മജ്നൂൻ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബഹ്ലൂൽ മജ്നൂൻ. രണ്ടർത്ഥത്തിൽ ഉണ്ടാവും. ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത പ്രശ്നം. കാരണം ദുനിയാവിലുള്ളത് മനസ്സിലാവില്ല. ബഹ്ലൂൽ മജ്നൂന്റെ സംഭവമൊക്കെ കേട്ടാൽ മനസ്സിലാവും. അത് ഭയങ്കര ബുദ്ധിമാനായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് എന്താക്കിയതാണ്? ഉപരങ്ങളുണ്ടാവും, അങ്ങാടികളുണ്ടാവും. ഹാറൂൻ റഷീദ് ചക്രവർത്തിയുടെ കാലത്തായിരുന്നു ഉണ്ടായിരുന്നത് ബഹ്ലൂൽ ഉണ്ടായിരുന്നത്. ഹാറൂൻ റഷീദ് ഭയങ്കര മഹാനായ രാജാവായിരുന്നു. നമ്മൾ ഹാറൂൻ റഷീദ് രാജാവിനെ കുറിച്ച് വായിക്കാനിട്ടാണ്. അത് വലിയ മഹാനാണ്. 1000 റക്അത്ത് നിസ്കരിച്ചിരുന്നു അദ്ദേഹം. നഫ്ൽ ആളുകളെ ഒരു വർഷം 1000 ആളുകളെ കൊണ്ട് ഹജ്ജിന് പോകും അയാളെ സ്വന്തം ചെലവിൽ. പിറ്റത്തെ വർഷം ഉലമാക്കൾ അദ്ദേഹം പോയില്ലെങ്കിൽ അദ്ദേഹം ആളായിട്ട് വലിയ ഗുണങ്ങളുള്ള രാജാവായിരുന്നു അദ്ദേഹം. ഒരു കാർമേഘം അദ്ദേഹത്തിന്റെ വീട്ടുകാരെ സഞ്ചരിക്കുമ്പോൾ കാർമേഘം ഇങ്ങനെ വന്നു. മഴ പെയ്യാനായി. അപ്പൊ പിന്നെ ആ കാർമേഘം ഇങ്ങനെ പോയി. അവൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞു, മേഘമേ എവിടെ പോയി പെയ്താലും അതിന്റെ ടാക്സ് എവിടെത്തും? അത് നമ്മളെ ഖജനാവിലെത്തും എന്ന് പറഞ്ഞാൽ അത്ര വിശാലമായ രാജ്യത്തിന്റെ ഉടമയായിരുന്നു ഹാറൂൻ റഷീദ്. വലിയ മഹാനായിരുന്നു. പക്ഷെ അദ്ദേഹം ഹജ്ജിന് പോണ സമയത്ത് വഴികളിൽ ആളുകളൊക്കെ ഇങ്ങനെ മാറ്റിണ്ട്. അപ്പൊ ബഹ്ലൂൽ അടങ്ങി നിൽക്കിട്ടി. ബഹ്ലൂൽ കൊടുത്തു പടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയപ്പോ ഇങ്ങനെ മുന്നിൽ നിന്ന് ആൾക്കാരെ മാറ്റിയിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ബഹ്ലൂലാണ് മനസ്സിലായി. മറന്നീക്കി. ബഹ്ലൂലിനോട് ഇദ്ദേഹം സംസാരിച്ചു ഹാറൂൻ റഷീദ്. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബഹ്ലൂലിനോട് ചോദിച്ചു, കുറെ ഉപദേശങ്ങൾ ചെയ്തു. അപ്പൊ ഹാറൂൻ റഷീദ് കരഞ്ഞു. ഹാറൂൻ റഷീദ് ചോദിച്ചു, ബഹ്ലൂലെ നിനക്ക് എന്തെങ്കിലും ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു. നിന്റെ കടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിട്ടാൻ ഞാൻ തരാൻ തന്നു. അപ്പൊ പറഞ്ഞു, ആരോടാണോ കടം വാങ്ങിയത് അവർക്ക് തന്നെ തിരിച്ചെടുത്താൽ മതി, കടം കൊണ്ട് കടം കൂട്ടാൻ പറ്റില്ലെന്ന്. എന്നുവെച്ചാൽ ജനങ്ങളുടെ ടാക്സ് ആണിത്, അത് ഓർക്കന്നെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ടെന്ന്. എന്നാ എന്റെ ഉപജീവനത്തിന് എന്താണ് രാജാവിനെ പോറ്റുന്ന അള്ളാഹു എന്നെ പോറ്റാതെ ഇരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടെന്ന്. ആരോടാ പറഞ്ഞത്? ഹാറൂൻ റഷീദ്. നമ്മളോടൊക്കെ പറഞ്ഞ അപ്പം അഴിയേണ്ടി വരും. അപ്പൊ അദ്ദേഹത്തിന് നല്ല മനുഷ്യനാണ്. ഇനിയും പറയാ ബഹ്ലൂൽ എന്ന് പറഞ്ഞ് അങ്ങനെ ബഹ്ലൂൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം രാജാവിന്റെ അടുക്കൽ പോയപ്പോ ബഹ്ലൂലിനെ തമാശാക്കാൻ വേണ്ടിട്ട് രാജാവ് ഒരു വടി കൊടുത്തു ബഹ്ലൂലിന്റെ കയ്യിൽ.
ബഹ്ലൂൽ മജ്നൂൻ എന്നാണ് അദ്ദേഹത്തിന്റെ കിതാബുകളിലുള്ളത്. മജ്നൂൻ ബന്ധം പറഞ്ഞു പോയതാണ്. വഴി കൊടുത്തപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബഹ്ലൂലെ അന്നെക്കാളും വലിയൊരു പൊട്ടനെ കാണുമ്പോൾ എന്തുകൊണ്ട് കൊടുത്തേണ്ടിയില്ല. മനസ്സിലായെങ്കിൽ ഇപ്പൊ ഏറ്റവും ഞാൻ കണ്ട വലിയൊരു പൊട്ടനാരാണ്, അന്നെക്കാളും വലിയൊരു പൊട്ടനെ കാണുമ്പോൾ കൊടുത്താൽ മതി. ബഹ്ലൂൽ ആയിക്കോട്ടെ തന്നെ വാങ്ങിയത്. അവിടെയൊക്കെ വാങ്ങിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം ഹാറൂൻ റഷീദിന് വലിയ ഇഷ്ടമായിരുന്നു ബഹ്ലൂലിന്. കാരണം ഉപദേശം കേട്ട് കരയുന്ന അദ്ദേഹം, കരയുന്നു, ബോധം നഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ ഹാറൂൻ റഷീദിന് ഒരു രോഗം വന്നു, മരണാസന്നമായ അവസ്ഥയെ കിടക്കുമ്പോൾ ബഹ്ലൂലിൽ കയറി. ബഹ്ലൂലിന് എല്ലാവർക്കും അറിയാം, ബഹ്ലൂൽ മജ്നൂനാണ്, എല്ലാവരും കയറിയാണ്. രാജാവിനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. രാജാവ് പറഞ്ഞു, ഭാര്യയായി വിവാഹ ചെയ്യണം, ഞാൻ ഏകദേശം പോവാനായി, എന്താണ് എന്റെ അവസ്ഥ? അപ്പം ചോദിച്ചു, നിങ്ങൾ മുഖത്തിമത്തിന് ജയിച്ചെന്നാണ് അതിന് അറബി പറയുന്നത്, മുൻകൂട്ടി അയക്കുന്ന സൈന്യം അതയച്ചാന്ന് ചോദിച്ചു. കാരണം രാജാവ് പോണെങ്കിൽ മുമ്പുണ്ടാവും ഒരു മുഖത്തിമായിട്ട് മുന്നിൽ കുറെ ആൾക്കാർ പോകണ്ടാവും വഴിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട്, വഴിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാവും. നമ്മളെ നാട്ടിൽ ഇന്നേ അവരുണ്ട്, ഞാൻ വഴി പിടിച്ചു. അപ്പൊ എന്താ പറയുക, കുറച്ച് വണ്ടികളിൽ ഹൈ സ്പീഡിൽ പോകാണ്ടാവും. പോലീസുകാരൊക്കെ അവിടെ നിൽക്കിട്ട് ഞാൻ എന്താ പോലീസുകാരെ ഒരു വീട് വഴിയിൽ വരുന്ന ആളുകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ, കാരണം വേറൊരു വണ്ടി പോകാനുണ്ട്, കാര്യപ്പെട്ട പോയിട്ട് പോലും പാസ് ചെയ്ത് പോയി. ഞാൻ പറഞ്ഞത് മുഖത്തിമത്തിന് ജയിച്ച് സാധാരണ പോയല്ലേ എല്ലാത്തിന്റെ മുന്നൊക്കെ റെഡിയാക്കാൻ. മുഅഖിറത്തിൽ ജയിച്ച് പിന്നീട് ആളുണ്ടാവും. രാജാവിന്റെ സൈന്യം മധ്യത്തിൽ അച്ഛന് പോകുമ്പോൾ എപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അതുങ്ങൾ അയച്ചിട്ട് വെച്ചു ആരയക്കാൻ. പിന്നെ നിങ്ങൾ എന്താ കൊണ്ടോണെന്ന് ചോദിച്ചു. ഒന്നും കൊണ്ടോയില്ലെന്ന് ചോദിച്ചു. ഇത്ര വലിയ രാജനെ ഒന്നും കൊണ്ടോതെ പുറകൈയോടെ പോവാണ് ചോദിച്ചു. നിങ്ങൾ എന്തെങ്കിലും ആഫ്രിക്കയിലൊക്കെ സംഭവിച്ചു ചോദിച്ചു. അപ്പൊ അദ്ദേഹം വലിയ, ഞാൻ പറയുന്നത് എത്ര വലിയ ഖുർആനോദലും ഇബാദത്തും ഓരോ വർഷവും 1000 ആളെ കൊണ്ടുപോയി ഹജ്ജിന് കൊണ്ടുപോകും, അല്ലെങ്കിൽ സ്വന്തം ചെലവിൽ ആൾക്കാരെ കൊണ്ടുപോകും. അങ്ങനൊക്കെ ഉള്ള ഈ ആള് അയാൾ പറഞ്ഞു, ഞാനൊന്നും കൊണ്ടുപോയില്ല, കാര്യത്തില്ല. അപ്പൊ ബഹ്ലൂൽ എന്ത് ചെയ്തെന്ന ആ വടി സഞ്ചി നിർത്തിയിരുന്നു, ഞങ്ങളെന്നെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെക്കാൾ വലിയൊരു മുണ്ടഞ്ഞ് വേറെ ഇല്ല. എത്ര വലിയ രാജ്യത്തിന്റെ ഉടമയായിട്ട് നിങ്ങൾ ആഹ്റത്തിന് എന്താ ഉണ്ടാക്കിയത് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് പറയും ബഹ്ലൂൽ മജ്നൂനാണ്. അപ്പം മജ്നൂനാവും ഞാൻ ഒരു പല കാര്യത്തിലൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും ഫോളോ ചെയ്യാൻ എന്ത് ചെയ്യില്ല, ശരീരത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ചിലപ്പോഴൊക്കെ പറയുന്നുണ്ടാവും. നമ്മളതൊന്നും കാര്യമാക്കാൻ അവരെ കാഫറാക്കാനും പോണ്ട, ഓരെ ഫോളോ ചെയ്യാനും പോണ്ട, അവരവരവസ്ഥയിൽ വിട്ടേക്ക്. നബിമാർ സന്താനത്തുള്ള ആൾക്കാരായിരിക്കും, ബുദ്ധിപൂർവ്വത ഉള്ളതായിരിക്കണം. പിന്നെ നബിമാർക്ക് തബ്ലീഗ് ഉണ്ടാവും. തബ്ലീഗ് നബിമാരുടെ മുന്നാണ്. കാരണം തബ്ലീഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ഡ്യൂട്ടി നിർവഹിക്കാത്തവരെ പോലെയാണ്. അതുകൊണ്ട് നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള മുസ്തഹിലായ ജായിദായ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിച്ചോളി. ഏതായാലും തബ്ലീഗ് നബിമാരുടെ പരിശ്രമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി അവരുടെ ഏറ്റവും വലിയ അമലാണ്. അവരാണ് ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്തത്. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടു കൂടി ഈ പരിശ്രമം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു ചെയ്ത പണി എന്താണ്? നേരെ ആ ഡ്യൂട്ടി ആർക്ക് കൊടുത്തു? നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് കൊടുത്തു. മറ്റു ഉമ്മത്തികളെക്കാൾ ഈ ഉമ്മത്തിനുള്ള ശ്രേഷ്ഠത അതാണ്. ഈ ഉമ്മത്തിന്റെ ജോലിയാക്കിയത്, ഈ ഉമ്മത്തിനോട് ഈ പണി ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു തഅരീഫ് ചെയ്തു, ഉമ്മത്തിനെ പുകഴ്ത്തി. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്. എന്താണ് നിങ്ങൾ ഉത്തമ സമുദായമാവാൻ കാരണം? എന്താണ് ഉത്തമ സമുദായമാവാൻ കാരണം? നിങ്ങൾ അതിന്റെ ആളായിട്ടാ ഇതിന്റെ ആളായി അല്ലല്ല, നിങ്ങൾ എന്തിന്റെ ആളായതിന്റെ പേരിലാണ്. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമ സമുദായമാണ്. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? ഉഖ്രിജത് ലിന്നാസ്. ഉഖ്രിജത് ലിന്നാസ്. ഖുർആൻ ഉഖ്രിജത് ലിന്നാസ് എന്നാ പറഞ്ഞത്. ഒരു സംഘടനയ്ക്ക് വേണ്ടി ആക്കപ്പെട്ടാൽ, ഒരു നാട്ടിക്ക് വേണ്ടി ആക്കപ്പെട്ടാൽ, ഒരു ജില്ലയ്ക്ക് വേണ്ടി ആക്കപ്പെട്ടാൽ, ഒരു മഹല്ലത്തിലേക്ക് വേണ്ടി ആക്കപ്പെട്ടാൽ അല്ല. ഉഖ്രിജത് ലിന്നാസ്. ഖുർആൻ പറയാണ് ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ, ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട സമുദായം. പിന്നെ ഉഖ്രിജത് ലിന്നാസ്, പിന്നെന്താ പണി? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയായ കാര്യങ്ങൾ അത് നിങ്ങൾ കൽപ്പിക്കണം. നന്മയായ കാര്യങ്ങൾ എന്താണ്? നന്മയായ കാര്യങ്ങൾ നമ്മൾ ഇനി പറയുന്ന ആൾക്കാരെ കൂടി അത് നന്മയാണ് പറഞ്ഞു.
നന്മ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കില്ല? ആർക്കില്ല വൈ? ഞമ്മക്കില്ല. തിന്മ തീരുമാനിക്കാനുള്ള അവകാശം ആർക്കില്ല? ഞമ്മക്കില്ല. അത് രണ്ടും തീരുമാനിക്കേണ്ട ആളാരാണ്? അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത്. ആണോ അല്ലേ? നമ്മളെ ബുദ്ധിക്കൊക്കെ പറയുന്നത് തോന്നും. ഇരിക്കുന്ന ആൾക്കാരൊക്കെ, കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ മഹർ കൊടുത്തിട്ടുണ്ടോ? എന്താ മഹർ കൊടുത്തിട്ടുണ്ടാകുക? ചിലവരോട് പണം, ചിലവരോട് ചെയ്ത്, ചിലർ പഴയ കാലത്തുള്ളവർക്ക് 100 രൂപ, 1000 രൂപ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ കുറച്ച് ഒരു ചെറിയ മാർ 2 പവൻ, 3 പവൻ, 5 പവൻ, 10 പവൻ ഒക്കെയാണ് കൊടുക്കുന്നത്. 3000 രൂപ ഉണ്ടാകുമ്പോൾ ഒരു 3 പവൻ മാറാനായിട്ട് എത്ര രൂപ ആവും? എത്ര? ഒരു പവൻ 3000 രൂപ ഉണ്ടാകുമ്പോൾ എത്ര? 9000 രൂപ. 9000 രൂപ കൊടുത്തിട്ട് ഇത്ര കൊല്ലായി 3000 കാലം ഏതാണ്? ഇത്ര കൊല്ലായിട്ട് നമ്മളെ കൂടെ പെണ്ണുങ്ങളുണ്ട്. എന്ന് രാവിലെ മുറ്റടിച്ചായിരുന്നു, പിന്നെ തുണി തിരിപ്പണം, പിന്നെ കുട്ടികളെ നോക്കണം, എല്ലാ പണിയെടുക്കണം. ആകെ 9000 രൂപ കേസ്. തിന്നാൻ നോക്കൂലെന്ന് ചോദിക്കും. പോലും കേൾക്കാത്തോട് പറയണത്, വരെ പോയി പറയാൻ നിൽക്കണ്ട. തിന്നാൻ നമ്മുടെ വീട്ടിൽ സ്ഥലത്ത് ഓൾപ്പം ചെയ്യണം, തിന്നാൻ കൊടുക്കണം, തുണി വാങ്ങി കൊടുക്കണം, അതൊക്കെ കൊടുക്കണം. ഇത് ഇത്ര 9000 രൂപ ഈ പോക്ക്. ഫുള്ള് ഹിദ്മത്ത്, ഫുള്ള് ഉത്തരവാദിത്തം. അതിനിടെ ചീത്ത പറയാൻ നമുക്ക് തോന്നിയാൽ ചീത്തയും ചെയ്യാം. ഫുള്ള് ചീത്ത. വേറെ ആരോട് പറഞ്ഞാൽ ചിലപ്പോൾ പണിക്കും. അപ്പൊ റിട്ടേൺ ചെയ്യാത്ത ചീത്ത ആക്കെ പറഞ്ഞ ഫുള്ള് കൊണ്ടുവരണം. അപ്പൊ ഒരു ടീം ആലോചിക്കുകയാണ്, ഇത് അനീതിയാണ്. എന്താ? ഇത് അനീതിയാണ്. ഒരു രാത്രി ഏതോ പുരുഷന്റെ കൂട്ടത്തിൽ ഒരു ലോഡ്ജ് കഴിഞ്ഞോക്കി 10,000 രൂപ കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ അതല്ല നന്മ എന്നൊരു നടന്ന കണ്ട മനസ്സിലാണെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ നന്മ തീരുമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. നന്മ തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹു തീരുമാനിച്ച നന്മകൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മൾ പുതിയ ഉണ്ടാക്കി പറഞ്ഞു കൊടുക്കലല്ലോ. നമുക്ക് നല്ല തോന്നി അതിലൂടെ ചെയ്യുന്നു. നബിതങ്ങൾ തങ്ങൾ കാണിച്ചെന്ന വഴി പിൻപറ്റാം. അതിൽ വിജയം. ഖിയാമത്ത് വരെ മനുഷ്യർക്ക് നമൂന, ഖിയാമത്ത് വരെ മനുഷ്യർക്ക് മാതൃകയായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചത്. ഇത് കുറ്റമറ്റതാണ്. ഇത് ഫുള്ള് മനുഷ്യർക്ക് വേണ്ടി അല്ലാഹു തർത്തീബാക്കിയതാണ്. അതുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചത് കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറ. മുഴുവൻ ജനങ്ങൾക്കും ബഷീറും നദീറുമായിട്ടാണ്. കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും. കോഴിക്കോട്ടുകാർക്കില്ല, കണ്ണൂരുകാർക്കുണ്ട്, മലപ്പുറത്തുകാർക്കില്ല, തൃശ്ശൂർക്കാർക്കുണ്ട്, അങ്ങനൊന്നല്ല. ഇല്ലേ, കേരളക്കാർക്കുണ്ട്, ആന്ധ്രക്കാർക്കില്ല. നബിതങ്ങൾ ശാസ്ത്രത്തിൽ ആലമീ നബിയാണ്. തങ്ങളെ ഉമ്മത്തികളിൽ ഏൽപ്പിച്ചത് ഉഖ്രിജത്തിൽ ലിന്നാസാണ്. നമ്മൾ ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നു കേരളമാണ് ഇവിടുത്തെ എന്തോ സംഭവം. അല്ല പോയി. കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളം എന്തെന്നും, മലപ്പുറത്ത് നിൽക്കുമ്പോൾ മലപ്പുറമാണ്. നമ്മളെ ഉത്തരവാദിത്തം ആരും മലപ്പുറത്ത് മാത്രമേ ഉള്ളല്ലോ. അങ്ങനെ മലപ്പുറത്ത് മാത്രമോ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ മാത്രമോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാത്രമായിരുന്നെങ്കിൽ ഒരാളും കൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അവരൊക്കെ വന്നത് ലോകത്തിന്റെ ഉത്തരവാദിത്തം ഉമ്മത്തിനാണുള്ളത്. ഫിജി ദീനില്ല, അങ്ങേയറ്റം ലോകത്തിന്റെ ഫിജി. അവിടെ ദീനില്ലെങ്കിൽ കേരളത്തിൽ നാട് കൊണ്ടുവരും. അവിടുത്തെ എഴുതി കൊടുക്കുന്നത് എന്താ പറയുക, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനൊന്നുമില്ല. ആലമീ നബി ഉമ്മത്തിയാണ്. എവിടെയും ഉമ്മത്ത് പണിയെടുക്കണം. അധ്വാനിക്കാൻ നമുക്ക് ആലമില്ല. നമുക്ക് ജില്ല മാത്രം, ജില്ല വിട്ട് പണിയെടുക്കാൻ പോലും എപ്പോഴും കേരളം വിട്ട് പണി. നമ്മുടെ എവിടെ തൻസാനിയ എന്ന് പറഞ്ഞ നാടുണ്ട്, ആഫ്രിക്കൻ കൺട്രിയാണ് തൻസാനിയ. നിങ്ങൾ മിക്ക ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. നമ്മളൊരു ഫ്രണ്ട് ഓരോ ജമാഅത്ത് മലപ്പുറം ജില്ലക്കാര് തൻസാനിയ പോയി. ഒരു വിചാരിച്ചു ഇവിടെ എന്തായാലും ആരും ഉണ്ടാവില്ല, മലയാളി ഉണ്ടാവില്ല. ഒരു തൻസാനിയ ഒരു ആഫ്രിക്കയിലെ ഒരു കൺട്രിയാണ്. കുറെ ദിവസം യാത്ര ചെയ്ത് അടക്കിയതാണ്. അന്വേഷിക്കുമ്പോൾ അവിടെ മഹാനായ ഒരു മലയാളി മലപ്പുറം ജില്ലക്കാരൻ അവിടെ ഉണ്ട്. ഇവിടെ കച്ചവടം ചെയ്ത് പൊട്ടിയപ്പോൾ അയാളായിട്ട് ഇപ്പൊ ആടുകാലത്ത് കണ്ട ഇവിടെ കൂടെ ഒന്നും തമാശക്കൂടി പറയാൻ പറ്റില്ല. എവിടെയാണ് തൻസാനിയ മാപ്പ് നോക്കുക, ഇനി അവർക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നൊന്നും നോക്കാൻ നിൽക്കണ്ട. എന്ന് വെച്ചാൽ അന്നത്തെ എല്ലാ സ്ഥലത്തും സമ്പാദിക്കാൻ നമ്മൾ പോകുന്നുണ്ട്. ദീനിന് അല്ലാഹുവിന്റെ കലിമ പറഞ്ഞു കൊടുക്കാൻ, മനുഷ്യർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ. അത് നമ്മളെ ജോലിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിവിടെ ഭർത്താവ് നല്ല ഭർത്താവ്, ഏടെ നല്ല ഭർത്താവ്. ദീനില്ലെങ്കിൽ ഒരിക്കലും നല്ല ഭർത്താവാൻ കഴിയില്ല. ദീനില്ലെങ്കിൽ നല്ല വാർത്താവാൻ കഴിയില്ല. ദീനില്ലെങ്കിൽ നല്ല മോനാവാൻ കഴിയില്ല. കാരണം നല്ലതാക്കുന്നത് എന്താണ്? ദീനാണ്. ദീൻ വരുമ്പോഴാണ് നല്ലത്. ഹസ്രത്ത് ഉമർ
കഴിവും യോഗ്യതയൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ ദീൻ വന്നപ്പോഴാണ് ആരായത്? ആ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ആളായത്. സഹാബാക്കളെല്ലാവരും അങ്ങനെയായത്. ദീൻ വന്നപ്പോഴാണ് കളർ വന്നത്. ഒരാൾക്കും വേണ്ടായിരുന്നു. നമ്മളെന്താ പറയുന്നല്ലോ, ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്നത്. എന്താ? ദീനാണ് കയറുമ്പോൾ വെളിച്ചം വെച്ചു. ദീൻ ഉണ്ടാവുമ്പോ ഏത് മദ്യപാനിക്കും ദീൻ വരുമ്പോ നന്നാവും. അവൻ ക്വാളിറ്റി ഉണ്ടാവും. ഏത് കള്ളനും നന്നാവും. നന്നാവാനുള്ള സാധനമാണ് ദീൻ. നമ്മൾ അത് ഒഴിവാക്കിയിട്ടാണ് എല്ലാ കളും നടത്തുന്നത്. നമ്മളെ മക്കളെ നന്നാവണം, ഉത്സാഹമാവണം, പക്ഷെ ദീൻ കൊടുക്കൂല. മോക്ക് നല്ല പുതിയാപ്പിള വേണം, പക്ഷെ ദീൻ നോക്കൂല. നല്ല പാർട്ട്ണർ വേണം, ദീൻ നോക്കൂല. അപ്പൊ എന്താവും? ദീനില്ലെങ്കിൽ എല്ലായിടത്തും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ദീനാണ് മനുഷ്യനെ നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പരിശ്രമ ഫലമായി ലോകത്ത് തുല്യതയില്ലാത്ത മാതൃകകൾ ഉണ്ടാക്കി. ഇപ്പോഴും മുഹമ്മദിന്റെ ആൾക്കാരുടെ രോമാഞ്ചക്കാരാണ്. ഇപ്പോഴും ബിലാലിന്റെ ആൾക്കാരുടെ ഹരങ്കരാണ്. എന്തുകൊണ്ട്? ഈ മനുഷ്യന് ദീനുണ്ടായി. എത്ര അടിമകളുണ്ടായി മക്കത്ത്? ബിലാലിനെ പോലെ എത്രയോ അടിമകളുണ്ടായിരുന്നു. പക്ഷെ ദീനുണ്ടായി. ദീനുള്ള കാലത്ത് എല്ലാ കാലത്തും മനുഷ്യരെ ഓർമ്മ ഉണ്ടാവും. ശരി ഗുണങ്ങളുണ്ടാവും. ദീൻ എപ്പോഴാണ് ഉണ്ടാവുക? ദീൻ എങ്ങനെ ഉണ്ടാവുക? ഇന്ന് നമ്മുടെ നാടുകളിൽ നിന്ന് ദീനിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദീനില്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരറിയില്ല. നമ്മളെ സാമ്പത്തിക തകർച്ച നമ്മൾ വേഗം അറിയുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം നമ്മൾ വേഗം അറിയുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രശ്നം നമ്മൾ വേഗം അറിയുന്നുണ്ട്. പക്ഷെ ദീനില്ലാത്ത പ്രശ്നം നമ്മൾ അറിയില്ല. എന്തുകൊണ്ട്? അത് ചർച്ച ചെയ്യേണ്ട ആൾക്കാരാരോ അത് ചർച്ച ചെയ്യില്ല. കാരണം ദീനില്ലായ്മ ആർക്കും പ്രശ്നമല്ല. ദീനില്ലായ്മ എന്നല്ല എന്താ പറയുക? ഞങ്ങൾ ദീന്റെ ആളാന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ചെയ്താൽ ഞങ്ങൾ ദീന്റെ ആളാന്ന് എഴുതി വെക്കുക. അതല്ല, നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ദീനിന്റെ ഒരാളെ എഴുതിയേക്കാണ് ഒരു വിഷത്തിന്റെ ബോട്ടിൽ കൃഷിക്കാരനെ അടിക്കാൻ കൊണ്ടുവന്ന ഒരു എന്തായാലും പേര് എന്തെങ്കിലുമൊക്കെ മരുന്നുകളുണ്ടാവുമല്ലോ, ഫ്ലൂഡാൻ. അതിന്റെ എഴുതിയേക്കാണ് നല്ല നാടൻ ചെറുതൻ എന്നുപോലെ. അതിന്റെ ബോട്ടിൽ നല്ല അടിച്ചുകൂടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നല്ല ഉറുമ്പോ ഉറുമ്പായിട്ട് കുപ്പിമരം മുടിമരൊക്കെ കയറൂലേ? കേടോ ഉറുമ്പ് ഇത് നോക്കിയിട്ട് വരുന്നതല്ല. ഏത് പേര് നോക്കി വരില്ല. തേങ്ങ എഴുതി ഫ്ലൂഡാണ് എഴുതിച്ചിട്ടുണ്ട്. അതിനെ ചുരുമ്പ് വരാതെ ഉറുമ്പ് എന്താ വരുന്ന അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട്. മനുഷ്യന് ക്വാളിറ്റി ഇല്ലാതാവുമ്പോ പിന്നെ ആരും സാധനം വേണ്ടിയിരുന്നില്ല. മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ, ദീനിന്റെ ആൾക്കാർ, മസ്ജിദിന്റെ ആൾക്കാർ, ഇസ്ലാമിക സംഘടനയുടെ തലപ്പത്തിലുള്ള ആൾക്കാരും അതിന്റെ അനുയായികളും അതിൽ ഭയങ്കര കണിശത പാലിക്കുന്നവർ എല്ലാവരെയും അവസ്ഥ ആലോചിക്കാൻ മതി. ദീൻ എത്രയോ ദൂരത്താണ്. വിളിച്ചാക്കാത്ത ദൂരത്ത് ദീനെത്തിയിട്ടുണ്ട്. ദീൻ പോയി എന്നുള്ള കാര്യം വരെ അറിയില്ല. ദീൻ പോയി എന്നുള്ള കാര്യം വരെ അറിയില്ല. അത്ര അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ ദീനില്ലാതായി, മക്കളിൽ ദീനില്ലാതായി. നമ്മളറിയില്ല. കുട്ടികളൊക്കെ മൊബൈലിൽ എവിടെയൊക്കെ ഉള്ളതെന്നുള്ളത് നമുക്കറിയില്ല. സ്വന്തം ചാനൽ തുടങ്ങി. മലപ്പുറത്താരുടെ ഏറ്റവും കൂടുതൽ ചാനൽ തുടങ്ങി മുസ്ലിം പെൺകുട്ടികൾ. എല്ലാ ചാനലിൽ വരെയാണ്. വെണ്ടക്ക താളിച്ചത്, വെണ്ടക്കത്തോടെ താളിച്ചില്ലേ, മുരിങ്ങ താളിച്ചത്, അതൊക്കെ എടുക്കും. എന്നുവെച്ചാൽ മുരിങ്ങ താളിക്കാനല്ല വരുന്നത് വേറെ ആവശ്യത്തിനാണ്. നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് ദീൻ ഇല്ലാതെ ഏറ്റവും കൂടുതൽ ലോകത്ത് ദീനുള്ള സ്ഥലം ഏതാണ്? ഇവിടെ മലപ്പുറത്തല്ല. കാരണം നമ്മൾ സ്വന്തം പോയിട്ട് എല്ലാവരും നീണ്ടു. നമ്മുടെ വർത്തമാനങ്ങളുടെ രീതിയൊക്കെ അതാണ്. യുപിക്കാർക്ക് തീയില്ല, തമിഴ്നാട്ടുകാർക്ക് തീയില്ല, മറ്റവർക്ക് തീയില്ല, അവർക്ക് അതറിയില്ല, ഇതറിയില്ല, വൃത്തിയില്ല. ഒരാൾക്കോട് പറഞ്ഞതാ വൃത്തിയില്ല. ഞാൻ പറഞ്ഞവരുടെ മനസ്സ് ഫുള്ള് വൃത്തിയാണ്. അതെ, തമിഴ്നാട്ടിലുള്ള ആളുകൾ ബന്ധപ്പെട്ട് വേണ്ടി നമ്മുടെ തൊട്ടടുത്ത ജില്ലല്ലേ, സ്റ്റേറ്റ് അല്ലേ, തൊട്ടടുത്ത ജില്ല പാലക്കാടിന്റെ എനിക്ക് പോയാലും കുന്നകരം ആ ഭാഗത്തൊക്കെ പോയാലുണ്ടാവും. ഓരോ വർത്തമാനം കേട്ടാലെന്നെ തമിഴ് വർത്തമാനം കേട്ടാലെന്റെ ഒരു സാധന ഭയങ്കര ബഹുമാനുണ്ടാവും, റെസ്പെക്ട് ഉണ്ടാവും. ഉണ്ടാവണ്ടല്ലേ? പോലീസുകാരെ വിളിക്കും സാറിന്. ആരോ ലൈസൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരിക്കലും ലൈസൻസ് എടുത്ത് സാറിന്. നമ്മളിവിടെ അതുകൊണ്ട് ഭയങ്കര നല്ല മനുഷ്യന്മാര് എത്രയോ സ്ഥലത്തുണ്ട്. ഗുണങ്ങളുണ്ട്.
ഭാര്യയില്, നമ്മുടെ കുട്ടികളില്, നമ്മുടെ കുടുംബത്തില് ദീനുണ്ടാണ്. ദീനിന് പ്രാമുഖ്യം കൽപ്പിക്കുക. എന്നുവെച്ചാൽ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പള്ളിയിൽ ഫുൾ ആളുണ്ടാകുക. ബാംഗ്ലൂർ പള്ളിയിൽ നമ്മൾ സുബീസ്കരിക്കാൻ പോയി. ബാംഗ്ലൂർ സിറ്റിയാണ്. സിറ്റിയിൽ പൊതുവെ സുബീസ്കാരത്തിന് പറയുന്നത് സിറ്റി. നിങ്ങൾ ഇവിടെ കോഴിക്കോട് ചെറിയ സിറ്റിയാണ്, കോഴിക്കോട് പോയി നോക്കേണ്ടി, കൊച്ചിയിൽ പോയി നോക്കേണ്ടി, എവിടെ വേണമെന്ന് പോയി നോക്കേണ്ടി. പൊതുവെ സുബീക്കത്തേക്കും ആള് കമ്മിക്കും. മഹല്ലാണെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. ടൗണിൽ ഇവിടുന്ന് അവിടെ പോകുന്നത് നമ്മുടെ SDS ബസ്സൊക്കെ അല്ലെങ്കിൽ പോലെ ബസ്സൊക്കെ അവിടെ പോയി ബസ് ഇറങ്ങിയിട്ട് പള്ളിയിൽ പോയി നോക്കുമ്പോൾ ജുമാന്റെ ആളുണ്ട്. സുബീക്ക് നല്ല അടിച്ചുകൂടി ഒരു കിറാത്തുണ്ട്. ഒരു വലിയ പള്ളിയുണ്ട്, നിറച്ചു ആൾക്കാർ സുബീക്ക്. പിന്നെ നമ്മൾ അവിടെ പറയുന്നത് നോക്കുമ്പോൾ അവിടെ എല്ലാ പള്ളിയിലും സുബീക്ക് ഫുൾ ലോഡാണ്. ഒരു അസറൊക്കെ പിന്നെ ഇങ്ങനെ എന്തുണ്ട്, കാരണം എല്ലാവരും ഓഫീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. എന്താണ് അവിടെ ഫ്ലാറ്റില്, റൂമില്, അവിടെ എവിടെയൊക്കെ താമസിക്കുന്നവർ എന്തിനു വരികയാണ്? നമ്മളെ നാട്ടിലോ ജുമാക്ക് ഫുള്ളാണ് സ്ഥലമില്ല, പെരുന്നാൾസ്കാരത്തിന് ഫുള്ളാണ് സ്ഥലമില്ല. പക്ഷെ സുബീസ്കാരത്തിന് ആളില്ല, ബാക്കിയുള്ള നിസ്കാരത്തിന് ആളില്ല. ഒരു മഗ്‌രിബിന് ആളുണ്ടാവും, ഇശാക്ക് ആൾക്കാരുണ്ടാവില്ല. ശ്രദ്ധിച്ചില്ല, മഗ്‌രിബിന് ആൾക്കാർ അങ്ങാടി ഉണ്ടാവും. പിന്നെ എല്ലാവരും പള്ളി കയറി. ഇപ്പാണെങ്കിൽ സുഖമായി, ഇപ്പൊ ഇങ്ങനെ പോയിക്കോളൊന്നുമില്ല. മുമ്പ് മഗ്‌രിബിസ്കാരത്തിന് കയറും. ഞാൻ ഹദീസുകൾ വായിച്ചു നോക്കുമ്പോ കാര്യമായി സ്വഭാവം പറയാത്ത നിസ്കാരം എന്ത് മഗ്‌രിബിസ്കാരം. സുബീക്കുണ്ട്. സുബീക്ക് ഒരുപാട് മാത്രം ഈമാന്റെ കൂടിയേറ്റ് പള്ളിയിലേക്ക് പോകുന്നു. പിന്നെന്താ കേട്ടത്? ഒരുപാട് ഫളായിലുണ്ട്. സുബീക്ക് പള്ളിയിൽ പോകുന്ന, പിന്നെ സുബീക്ക് ഇശായുടെ ജമാഅത്ത് ശ്രദ്ധിക്കുന്നവൻ മുനാഫിക്കല്ല. അങ്ങനെ ഒരുപാട് ഫളായിലുണ്ട്. സുബീക്കുണ്ട്. മൻ സല്ലൽ ഫർദൈൻ ദഖലൽ ജന്ന. സുബീക്കും അസ്റും ആരെങ്കിലും നിസ്കരിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസറിന്റെ ഫളായിലായി കൂർന്ന് ഉച്ചക്ക് വെയിലോട്ട് മസ്ജിദിലേക്ക് വരുന്ന ആൾക്ക് ഫളായിൽ പറയുന്നുണ്ട്, എല്ലാവരും ഇശാക്ക് പറയുന്നുണ്ട്. പക്ഷെ മഗ്‌രിബിന്റെ ഫളായിൽ കാര്യമൊന്നുമില്ല. അവിടെ മഗ്‌രിബിന് നിറച്ചു ആളുണ്ടോ? അപ്പൊ എന്താ സംഭവം? അതെന്തായാലും പഠിച്ചോണെന്നല്ലോ ഇതിന്റെ ആള്. മഗ്‌രിബിന് എല്ലാവരും പറയുന്നത് ഞാൻ കാരണം മോശത്തിലേക്ക് എല്ലാ ആളുകളും ഇശാക്കിണ്ടായില്ലേ പള്ളിയിൽ. അപ്പൊ നിസ്കാരത്തെ അവഗണിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ദീൻ എന്തായി പോയി തുടങ്ങി. ശരീരത്തിൽ തലക്കുള്ള സ്ഥാനാണ് ദീന്, നമസ്കാരത്തിന്റെ സ്ഥാനം. നമ്മളൊരു ഒന്നാമത്തെ സഫിൽ ഉണ്ടാവും, ഇടപാടൊക്കെ മോശമാണ്, അല്ലെങ്കിൽ അത് മോശമാണ്. ഒന്നാമത്തെ സഫ് ഇടപാട് മോശത്തിന്റെ കാരണമാണ്. ഒന്നാമത്തെ സഫില്ലെങ്കിൽ ഓന്റെ ഇടപാട് മോശമാണ്. ഓന്റെ തൂണാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സഫിലുണ്ടായത് മോശമല്ല. നമ്മൾ പറയും ദീനാണ്. അവനൊക്കെ താടി ഉണ്ടില്ലേ, താടി കൊണ്ട് വേറെ സാധനമാണ്. BJP തേച്ചിട്ട് ഒന്നൊന്നാവുന്നില്ല. അതുകൊണ്ട് ജയിച്ചാണ് താടി കമ്മിയാ കടന്നുണ്ടാക്കാന്നുള്ളത്. അതിന് ശരിയാവണം. തലക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാഷാ അല്ലാഹ് ചികിത്സിച്ചാൽ എന്താവും ശരിയാവും. നിസ്കാരം ശരീരത്തിൽ തലക്കുള്ള സ്ഥാനാണ്. ദീനിൽ നിസ്കാരത്തിനുള്ളത്. നിസ്കാരം തുടങ്ങട്ടെ ഒരാള് ഏത് കാലം നിങ്ങൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ നാമം ഖുർആനും ഹദീസും കേൾക്കുന്ന കാലം. ഈ കാലങ്ങൾ നോക്കി ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി, കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല കാലഘട്ടം എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ സഹാബാക്കൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഒരാളുണ്ട്, അയാൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്, പക്ഷെ അയാള് മോഷ്ടിക്കുന്നുണ്ട്. കാലത നിങ്ങൾ പറയും മോഷ്ടിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? സാരമില്ല, അവന്റെ നിസ്കാരം അവൻ ആ തിന്മയിൽ നിന്ന് തടഞ്ഞുകൊള്ളുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഖുർആൻ ഇന്ന സ്വലാത്ത്, നിശ്ചയമായി നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മയായ കാര്യത്തിൽ നിന്നും മ്ലേച്ഛമായ കാര്യത്തിൽ നിസ്കാരം അവനെ തടയും. ആര് തടയുന്ന പറഞ്ഞത്? തൻഹാ ഇന്ന സ്വലാത്ത, നിസ്കാരം തൻഹാ അവനെ തടയും. ഈ നിസ്കാരം അവനെ തടയും നിന്ദ്യവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ഉമ്മത്തിലുണ്ടാവട്ടെ ആദ്യ പണി നിസ്കാരം ഉണ്ടാവല. കെലിമ ചെയ്ത മുഴുവൻ മനുഷ്യന്മാർ നിസ്കാരം തുടങ്ങണം. അങ്ങനെ നിസ്കാരം തുടങ്ങി മസ്ജിദിന്റെ ആളായി ഗുണങ്ങൾ ഉണ്ടാവും. കുറേശ്ശെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉണ്ടാവാനുള്ള പണിയെടുക്കണം. ഈ പണി ഇനി ആരെടുക്കും?
ഈ പണി ഖിയാമത്ത് നാളിലുള്ള മുഴുവൻ കലിമ ചൊല്ലിയ ആൾക്കാരെ പണിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലെങ്കിൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവസാനത്തെ നബിയാണെന്ന് ഞാൻ വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഒരു നബി ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമെന്ന് പുറത്താവും. കാദ്യാനികൾ പുറത്തായത്, അതുകൊണ്ടാണ്. ബാക്കി കോലങ്ങളും ജയിലിലും മട്ടത്തിനെ പോലെ ആരൊക്കെയാണ് നമ്മളെ കൂടെ. ഒരു പള്ളിയില് ഒരു വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിബിധന സാധനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പക്ഷെ ഒരു പറഞ്ഞ ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ വിശ്വസിക്കുന്ന നിബിധന സാധനങ്ങൾ എനിക്ക് ശേഷം നബിയില്ല. അതുകൊണ്ട് തന്നെ ഈ പണി ആരെടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളുടെ മേൽ ഈ പണി ഏൽപ്പിച്ചു. അതുകൊണ്ട് കലിമ വിശ്വസിച്ച മുഴുവൻ ആൾക്കാരെ പണിയാണ് ദീൻ മറ്റുള്ളവരിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ആളുകൾ പറയും നമ്മളെ ഉണ്ടായത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനല്ല, നമ്മളെ ഉണ്ടാവാൻ വേണ്ടി പറയണം. എന്തിനു വേണ്ടി പറയണം? നമ്മളെ ഉണ്ടാവാൻ വേണ്ടി പറയണം. നമ്മളിൽ സത്യം പറയില്ല, കളവൊക്കെ പറയില്ല. അപ്പൊ എല്ലാവരോടും പറയാം സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ എന്തായിക്കോളും? സ്വയത്തിൽ ഉണ്ടാവും. സിഗരറ്റിൽ നിർത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം പറഞ്ഞാൽ എന്താ? തൊട്ടടുത്തുള്ളവരോട് പറയണം സിഗരറ്റ് വലിച്ചത് ഭയങ്കര കേടാണ്. മറ്റവരോട് പറയാം, പെണ്ണുങ്ങളോട് പറയാം, അയൽവാസികളോട് പറയാം, കാണുന്നവരോടൊക്കെ പറയാം. അവസാനം വേറൊരു സിഗരറ്റ് എടുക്കുമ്പോഴത്തേനും അവിടെ സുബൈർ നോക്കുണ്ടാവും, സുലൈമാൻ നോക്കുണ്ടാവും, ഇവിടുന്ന് അബ്ദുൽ ലത്തീഫ് നോക്കുണ്ടാവും, ഇവിടുന്ന് മജീദ് നോക്കുണ്ടാവും. അപ്പോൾ വർക്കെടുത്ത് പീസ കിട്ടുന്നത് പോയി പിന്നെ കയറേണ്ടി വരും. പിന്നെ ഓട്ടോറിക്ഷ വെച്ച് കടന്നു കൊണ്ടു. അപ്പൊ അത് അടങ്ങാറായി കുറെ കാര്യം ഞാൻ നിർത്തും. കാരണം എല്ലാവരും നോക്കുന്ന ആൾക്കാരാണ്. ഏത് തിന്മ മനുഷ്യന് ഇല്ലാതാകാൻ ആഗ്രഹിക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ടെന്നാ മതി. അതിനെപ്പറ്റി ആളുകളോട് പറയാം. കളവ് നിസ്കരിക്കാൻ പള്ളിക്ക് വരാൻ പറ്റില്ല, എല്ലാവരോടും നിസ്കാരത്തെ കുറിച്ച് പറയാം. നമുക്ക് വല്ല എളുപ്പം. അതുകൊണ്ട് ഈ പണി എടുക്കണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. ഹജ്ജത്തുൽ വിദാഇ, വിടവാങ്ങൽ പ്രസംഗം തന്നെ പള്ളികളിലൊക്കെ എഴുതി തൂക്കല്ലേ. അത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നബിയുടെ സാഹചര്യങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രസംഗമാണ്, തങ്ങളുടെ വലിയൊരു സംസാരമാണ്. ഈ ഉമ്മത്തിനോട് ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും ഒരു ഉപദേശം കൊടുക്കുകയാണ്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇവിടെ ഹാജരുള്ളവർക്ക് ഹാജരില്ലാത്തവർക്ക് എത്തിക്കണം. അതുകൊണ്ടാണ് സഹാബാക്കളെ ഹജ്ജൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തത്? യാത്ര തുടങ്ങിയത്. ലോകത്തിന്റെ നാനാഭാഗത്തേക്ക്. മദീനയെ മരിച്ചാൽ കൂലിൻ്റെത് ഞമ്മക്കാരനേക്കാൾ കൂടുതൽ ആർക്കറിയാം? സഹാബാക്കറിയാം, മദീനന്റെ മാത്തൂർക്കറിയാം, മക്കന്റെ മാത്തറിയാം. ഓർക്കാട ഉണ്ട് ഹജ്ജൊക്കെ ചെയ്ത് റാഹത്തന്നെ എല്ലാവർക്കും നിസ്കരിക്കാൻ പോവാ, തവാഫ് ചെയ്യാം. അന്നത്തെ പരിപാടി കുത്തുന്നുണ്ടാവല്ലോ, ഫുള്ള് കുത്തുക പരിപാടി. അവിടെ അങ്ങനെ കൂടിയ മതിയായിരുന്നു. പക്ഷെ ഓരോ മക്ക വിട്ടു, മദീന വിട്ടു, ഓരോവിടൊക്കെയാണ് പോയി കിടന്നത്. ഖുറൈശിയാണ്. നബിതങ്ങളുടെ ശാസ്ത്രങ്ങളോട് സാദൃശ്യമുള്ള ആളാണ്. തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും തങ്ങളുടെ നിമിതങ്ങളാണെന്ന് തോന്നാവുന്ന ആളായിരുന്നു ജാഫർ റളിയല്ലാഹു അൻഹു. ഖിദ്റിന്റെ മോനാണ്. നബിതങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളാണ്. അബ്സീനിയക്ക് ഹിജ്റ പോയി. അബ്സീനിയയിൽ വന്നു. ഖൈബറിന്റെ ദിവസമാണ് വന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫർ റളിയല്ലാഹു അൻഹു കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഖൈബറിന്റെ വിജയമാണോ ജാഫറിന്റെ വരവാണോ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്? എനിക്കറിയില്ല. ഖൈബറിലെ വിജയം എത്ര വലിയ സംഭവമാണ്. അപ്പൊ ജാഫർ റളിയല്ലാഹു വരവ് എത്ര സന്തോഷമുണ്ടായിട്ടുണ്ട്. ഈ ജാഫർ റളിയല്ലാഹു എവിടെയുള്ളത്? മദീനയിലല്ലത്. ജാഫർ റളിയല്ലാഹു ജോർദാനിലാണ്. ജാഫർ റളിയല്ലാഹു ഖബറിലുള്ളത്. ഓർക്കറിയാം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യാത്ര. ഈ ദീൻ ലോകത്തുണ്ടാവണം. അല്ലാഹുവിന്റെ കലിമ ലോകത്ത് ഏറ്റവും ഉയരണം. ഒരു മനുഷ്യന് ദീനില്ലാതെ മരിക്കരുത്. നമ്മളൊക്കെ ഇങ്ങനെ സങ്കുചിത ചിന്തയോട് കൂടി ജീവിക്കാൻ. മറ്റൊരെന്തെങ്കിലും സംഭവിച്ചാൽ കൊറോണ നമുക്ക് തന്നെ കിട്ടണ്ടേ? ഇവിടെ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും സംഘടനയുടെ പള്ളി വിളിച്ചാൽ ചിലപ്പോൾ വികാസം കൈക്കൂട്ട് അടുത്ത സംഘടനക്കാരെ കൊടുക്കാൻ സാധ്യതയുണ്ട്. കൊടുക്കുകയും ചെയ്യും. നിർത്തലൊക്കെ എന്നെ കൊടുത്തൊക്കെ പറയും. കാരണം അത്രത്തോളം മതിൽക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഹൃദയങ്ങളിൽ. കെലിമന്റെ ബന്ധം നഷ്ടപ്പെട്ടു. കെലിമന്റെ ബന്ധം നഷ്ടപ്പെട്ടു. അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഇന്നുള്ളതൊന്നല്ല, അന്നേ ഉണ്ട്. പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര സ്നേഹത്തിലുണ്ട്, ഒരു ഭയങ്കര ബന്ധത്തിലുണ്ട്. ഹദീസിന്റെ കിതാബ് വായിക്കുന്ന ഇമാം സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ ഇബ്നു മസ്ഊദ്, ആയിഷ റളിയല്ലാഹു അൻഹ വേറെ വേറെ ചേരിയിലുണ്ടായി. ഒരു ഹദീസിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഒന്നും പ്രശ്നമല്ല, അഭിപ്രായങ്ങളൊക്കെ
മുആവിയയാണ് തിരിച്ചയച്ചിട്ടുണ്ടെന്ന അലി ഞാനും അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമായി ഞങ്ങൾ തീർത്തോളാം. അലിക്കെതിരെ ഞാൻ കളിച്ച ഞാനും അലി ചേർന്നിട്ട് എന്നോട് ഇത് ചെയ്യുന്നു. ഇവരാണ് ആൾക്കാർ. നമ്മളൊന്ന് വിഭാഗീയതായി ഒരാളും നരകത്തിൽ പോകരുതെന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്ത. എന്തുകൊണ്ട് ഉമ്മത്തിന് ആ ചിന്ത വരുന്നില്ല? നമുക്ക് എന്താ വരാ പോയി ഏത് സംഘടനക്കാരനെ നരകത്തിൽ പോകരുത്. മനുഷ്യനാണല്ലോ നമ്മൾ നരകത്തിൽ പോകരുത്. ഇത് ജാതിയായിക്കോട്ടല്ല. നമ്മുടെ ഹൃദയത്തിന്റെ വേദന അതാവണം. ഒരാൾ നരകത്തിൽ പോയല്ലേ. നമ്മളെ കണ്ട വ്യക്തി ആകെ സ്വർഗം തന്നല്ലോ ഒരു 4000 സ്ക്വയർ ഫീറ്റുള്ളത് ആനാണ്. അതിൽ നമ്മളെ പാർട്ടിക്കാർക്കെന്നെ പേരാൽ ഇരിക്കാൻ തരണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്നാൽ കുടുങ്ങുന്ന് വിചാരിച്ചിട്ട് മതിഞ്ഞ് വരണ്ട ആരെന്നുള്ള കാഴ്ചപ്പാടുണ്ട്. നമ്മളെ വർത്തമാനം കേട്ടാ അതാ തോന്നാം. അതുകൊണ്ടായിരിക്കും അള്ളാഹു പറഞ്ഞത് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ സമാവാതു വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തേക്ക് നിങ്ങൾ ധൃതി കാണിച്ചിരിക്കുന്നു വെച്ചാൽ ആകാശഭൂമികളെക്കാൾ വിശാലം. അതുകൊണ്ട് ഈ ഭിന്നത ഒഴിവാക്കി അതിന്റെ ആൾക്കാരാവല്ലേ. അതിന്റെ ആൾക്കാരാവല്ലേ. നന്മയിൽ എല്ലാവരും സഹകരിക്കും. നന്മ ഉണ്ടാവട്ടെ. നമ്മൾ മരിച്ചാൽ നമ്മളെ കവർ നമ്മളുണ്ടാവുള്ളൂ. അതുകൊണ്ട് മനുഷ്യരിൽ നന്മ ഉണ്ടാവാൻ, ദീനുണ്ടാവാൻ, അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ അതിനുവേണ്ടി പണിയെടുക്കി. അതിനുവേണ്ടി നമ്മളെ സമ്പത്ത് ചെലവാക്കി. സഹാബാക്കളുടെ സമ്പത്ത് ചെലവാക്കി. ദീനുകൊണ്ട് അവർ സമ്പത്ത് ഉണ്ടാക്കിയതല്ല. ദീനുകൊണ്ട് എല്ലാവരും അബൂബക്കർ സമ്പന്നനായിട്ട് സമ്പത്ത് ചെലവാക്കിയതാണ്. എന്തിന്? ദീനിന്. ദീനോട് സമ്പത്ത് ഉണ്ടാക്കാനുള്ളതല്ല ദീൻ. ദീനിന് സമ്പത്ത് ചെലവാക്കാനുള്ളതാണ്. അതുകൊണ്ട് അപ്നാജാൻ അപ്നമ്മാൻ സ്വന്തം സമ്പത്ത് സ്വന്തം ശരീരം ചെലവാക്കി. ഞാൻ പറയല്ല, അല്ലാഹു പറയാണ്. നിങ്ങളെ സമ്പത്തും നിങ്ങളെ ശരീരം ചെലവാക്കി. ഇനി നമ്മളെ സമ്പത്തില്ല. സമ്പന്നമായ സമ്പത്ത് തരിക. ഞാൻ നീന്റെ പണിയെടുക്കാം. ഞാൻ നീന്റെ പ്രബോധനം നടത്താം. ഒരു ബസ്സിലേക്ക് ഗൾഫൊന്നും വരാനില്ല. സ്വന്തം സമ്പത്തും ശരീരവും ഏത് കാര്യത്തിന് ചെലവാക്കണോ അതായത് വിലപ്പെട്ടതായിരിക്കും. നമുക്ക് കുട്ടികളുണ്ട്. നമ്മളെ കുട്ടികളെ ചെറിയ കുട്ടിന്റെ 2 വയസ്സായ 3 വയസ്സായ കുട്ടിന്റെ വിചാരിച്ചോളി. 2 വയസ്സായ കുട്ടിന്റെ 3 വയസ്സായ കുട്ടിന്റെ നമ്മളെ അടുത്തേക്ക് വണ്ടിന്റെ ചാവി എടുക്കുന്നത് കാണാൻ മതി. ഒരൊക്കെ ഫുള്ള് ഇങ്ങനെ റെക്കോർഡ് ഓണാക്കി നടക്കുകയാണ്. അല്ലേ വീട്ടിൽ കൂടെ ഇങ്ങനെ പോണ കുപ്പായത്തിന് തേച്ചെന്നൊക്കെ പറഞ്ഞാൽ കേട്ടാൽ മതിയാവും. അപ്പൊ തന്നെ ഓരോ കുപ്പായൊക്കെ തിരഞ്ഞെടുപ്പിച്ച് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. വാപ്പ പോകുമ്പോൾ വാപ്പന്റെ കൂടെ കയറാൻ കരച്ചിലേക്കും വണ്ടി കയറ്റിലെ പ്രശ്നേക്കും. അങ്ങനെ ഇയാളെ കുട്ടിനെ കരയിപ്പിച്ച് ഓളെ കരച്ചിൽ കേട്ടിട്ട് പോവാൻ മനസ്സ് പറ്റാനിട്ട് ഇറങ്ങി കാറൊക്കെ നിർത്തി. ഞാൻ പോയില്ല. അവരുടെ കുപ്പായ കഴിച്ച് ആക്രമം നിർത്തി. പിന്നെ ചാവി കടച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളോട് പതുക്കാൻ ഓളഞ്ഞു വരെ നാങ്ങാലാണ് കൊണ്ടേ പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങൾ ഞാൻ പോയില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുണ്ടായിട്ടുണ്ട്. കുപ്പായ കടുത്ത് വണ്ടി കിട്ടിട്ട് ഇതേ പോവാണ്. എന്നാൽ കുട്ടി കരഞ്ഞ അവസ്ഥയിൽ പോവാൻ നമുക്ക് പേടി, നമുക്ക് ദുഃഖം. अपना बच्चा रोएगा तो दिल में दुख होता है. സ്വന്തം കുട്ടി കരയാണെങ്കിൽ ഹൃദയത്തിൽ വേദന ഉണ്ടാവും. ഒരാൾ കുപ്പായക്കന്മാരി കൊണ്ടുവരുന്നു. തൊട്ടടുത്ത അയൽവാസി കുട്ടിന്റെ ഇവിടെ കൂടെ 2 വയസ്സായ കുട്ടി, 2.5 വയസ്സായ കുട്ടി, 3 വയസ്സായ കുട്ടി. ആ കുട്ടി ഭയങ്കര കരച്ചില്. ആരെ കൂടെ വരാൻ? നമ്മളെ കൂടെ വരാൻ. കുട്ടിന്റെ അവന്റെ പറയല്ല, നമ്മളെ കൂടെ വരാൻ. എന്തുണ്ടായ നമ്മൾ കുപ്പായങ്ങളിലേക്ക് ആകെ നോക്കി അടക്കോ നമ്മൾ വണ്ടിങ്ങനെ കൂടായിട്ട് എടുത്തു വരും. പടോസ്ക ബച്ചക്ക് റോനെ പേ സർ മേ ദർദ് ഹോതാ ഹൈ. അയൽവാസിന്റെ കുട്ടി കരഞ്ഞേട്ട ഹൃദയത്തിനല്ല വേദന. പിന്നെ എവിടെയാണ്? തലക്കാണ് വേദന. തലവേദന ഇതിന്റെ ഉള്ളാക്കിടയിൽ മനസ്സിലായി. അപ്നാ ബച്ച റോയേഗാ തോ ദിൽ മേ ദർദ് ഹോതാ ഹൈ. പടോസ് കെ ബച്ചെ കെ റോനെ പേ സർ മേ ദർദ് ഹോതാ ഹൈ. അയൽവാസിന്റെ കുട്ടി തലക്കാണ് വേദന. ആണോ അല്ലേ? എന്തുകൊണ്ട്? ഓബി ബച്ചാ ഹൈ, ഏ ബി ബച്ചാ ഹൈ. അത് കുട്ടിയാണ്, ഇത് കുട്ടിയാണ്. ഓബി റോത്തി ഹൈ, ഏ ബി റോത്തി ഹൈ. ആ കുട്ടി കരയുണ്ട്, ഈ കുട്ടി കരയുണ്ട്. പിന്നെന്താ പ്രശ്നം? പ്രശ്നം എന്താ? ഈ കുട്ടിന്റെ മേൽ എന്റെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്. ഈ കുട്ടിന്റെ മേൽ എന്റെ ശരീരവും അധ്വാനം ചെലവഴിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ലാബ് റൂമിന്റെ മുമ്പ് ഞാൻ നിന്നിട്ടുണ്ട്. കുട്ടിക്ക് പനിയായിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ത്യാഗം ഈ കുട്ടിന്റെ മേൽ ചെലവഴിച്ചപ്പോൾ ആ കുട്ടി കരയുന്നതിന്റെ മനസ്സിന് വേദന ഉണ്ടായിട്ടുണ്ട്. ദീൻ ഒരു ഭാഗത്ത് പൊളിഞ്ഞു പോകുന്നുണ്ട്. സഹോദര, എനിക്ക് നിങ്ങൾക്കും നമ്മുടെ സംഘടനക്ക് എന്തെങ്കിലും പറ്റുന്നതിന്റെ വേദന കൂടി ദീന് പൊളിഞ്ഞതിന്റെ പേരില്ല. എന്തുകൊണ്ട്? ഇതൊരു കൊട്ടൽ രൂപ പോലും അള്ളാഹുവിന്റെ ദീന് ചെലവാക്കിയിട്ടില്ല. ആരെങ്കിലും ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ സംഘടനക്ക് ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാവുന്ന സമുദായത്തിൽ. ഈ അവസ്ഥ സമുദായത്തിൽ ഉണ്ടാവുന്ന അതുകൊണ്ടാണ്. മറ്റുള്ളവനെ എന്ത് ചെയ്താൽ കുഴപ്പമില്ല, മരിച്ചാൽ കുഴപ്പമില്ല, മരിച്ചാൽ കുഴപ്പമില്ല. ആരാട്ടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖാതിൽ വൽ മഖ്തൂൽ ഫിന്നാർ. കൊന്നോനും ഖാതിലും മഖ്തൂലും, കൊന്നോനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. കൊന്നോനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. സഹാബത്ത് ചോദിച്ചു, ഖാതിൽ കൊന്നവൻ നരകത്തിൽ, ഞങ്ങൾക്ക് മനസ്സിലായി. ഫൽ മഖ്തൂലു യാ റസൂലല്ലാഹ്, കൊല്ലപ്പെട്ടവൻ എന്തിനാണ് നരകത്തിൽ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊല്ലപ്പെട്ടവൻ ഇവനെ കൊല്ലാനുണ്ട് ആഗ്രഹത്തിലും കൊതിയിലായിരിക്കും. പക്ഷെ ആദ്യം പോയി ഒന്നും മനുഷ്യതാണ് അവിടെ നീയത്തി വെക്കുന്നത് അതല്ലായിരുന്നു. അവിടെ അവന് നരകത്തിലാണ്. എനിക്ക് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ട് പോയി. അതുകൊണ്ട് വെറുതെ ഉമ്മത്തിനെ ഉമ്മത്തായിട്ട് കാണും. കെലിമ ചെല്ലിയവർ കെലിമന്റെ അംഗീകാരമാണ്. ഒരെന്തായാലും അള്ളാഹുവിന്റെ സ്ഥാനമുള്ളവരാണ്. ഒരെന്തായാലും അള്ളാഹുവിന്റെ സ്ഥാനമുള്ളതാണ്. ഉമ്മത്തിനെ ഉമ്മത്തായി കാണാൻ കണ്ടിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിന്റെ കുടുംബം ഒരാളും കൂടെ ഉണ്ടാവില്ല. ഒരാളും കൂടെ ഉണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ട്, കൈ കടിക്കുന്ന ദിവസം. ഞാൻ പറയല, ഖുർആൻ പറയാം, അക്രമി അവന്റെ കൈകൾ കടിക്കുന്ന ദിവസം വരാണ്ട്. ഞാൻ പ്രവാചകന്മാരുടെ വഴി സ്വീകരിച്ചെങ്കിൽ ഇത്ര നന്നായനെ. എന്റെ നാശമേ, ആ ആൾക്കാരൊക്കെ ഞാൻ നേതാവാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായനെ. നാളെ മശ്ശറെ പറയുന്നു ഖുർആൻ. അവിടെ സ്വർണ്ണമാരെ ഉമ്മത്തിലേക്ക് വരട്ടെ, ആരാട്ടെ. നബി തന്റെ ശാസ്ത്രങ്ങളെ ശിഖരത്തെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ നരകത്തിൽ പോയി ആരായിക്കോട്ടെ. യഹൂദി കുട്ടി നബി തന്റെ ശാസ്ത്രങ്ങൾ അടുക്കൽ വരികയും തങ്ങളോട് സ്നേഹം വെക്കുകയും, പക്ഷെ തങ്ങളുടെ ഹൃദയത്തിൽ വേദന ഒന്നുമല്ല. ഈ കുട്ടി ഈ അവസ്ഥ മരിച്ചാൽ ആ കുട്ടിക്ക് സുഖമില്ലാതെ നബി തന്റെ ശാസ്ത്രങ്ങൾ വേഗം പോയി ആശ്വസിപ്പിക്കാനായി. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ കെലിമ ചൊല്ലിക്കണം. കാരണം തങ്ങളെ വേദന അതാണ്. ഈ കുട്ടി എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തും. ആ കുട്ടി പിതാവിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി. നബിതങ്ങളുടെ മുഖത്ത് നോക്കും. ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. വാപ്പക്ക് മനസ്സിലായി ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. വാപ്പ പറഞ്ഞു, മോനെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അബുൽ ഖാസിമിനെ നബിതങ്ങളുടെ ശാസ്ത്രങ്ങളെ അനുസരിച്ച് വന്നു. ആ കുട്ടി ഉടനെ കെലിമ. നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ പുറത്തേക്ക് വന്നു. തങ്ങളുടെ വേദനകൾ ആരോഗ്യം തങ്ങൾ കരഞ്ഞു. പുറത്തേക്ക് വന്ന് തങ്ങൾ കരഞ്ഞു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനൻ നാർ, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനൻ നാർ. പടച്ചവനെ സർവ്വസ്വം നിനക്കാണ്. ഈ മനുഷ്യന്റെ നരകി കുട്ടിന്റെ നരകത്തിന്റെ തീക്കൊള്ളിയിൽ നീ രക്ഷപ്പെടുത്തിയല്ലോ. നരകത്തിൽ വെന്തുരുകേണ്ട മനുഷ്യനെ ഈ ഫിക്രൊക്കെ ഞാനുകളും തമ്മിൽ പ്രശ്നങ്ങളായിരിക്കും. തമ്മിൽ ഓനെങ്ങനെ മുക്തത്താക്കാൻ പറ്റും, ഇവനെങ്ങനെ മുനാഫിക്കാക്കാൻ പറ്റും, ഓനെങ്ങനെ മുക്തതയാക്കാൻ പറ്റും, ഒന്നെങ്ങനെ നിങ്ങൾ വലിച്ചു ചേർക്കാൻ പറ്റുന്ന ആരും അറിയില്ല. എല്ലാവരും അകറ്റി മാറ്റാനുള്ള ശ്രമങ്ങളാണ്. അകറ്റി മാറ്റാനുള്ള നിങ്ങൾ സംഘടിക്കൂ, ശക്തിയാർജിക്കൂ എന്നുള്ള തൊട്ടാവാടിന്റെ വിത്തിട്ടിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. തൊട്ടാവാടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയോ? എന്താ പറയുന്നത്? തൊട്ടാവാടി എന്നല്ലേ? മുള്ളകളെ അതിന്റെ വിത്ത് ഏത് കൃഷിഭവനില കൊടുക്കല്? ഒരു കൃഷിഭവനിലെ വിത്തുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിങ്ങനെ എന്താണ് കാറ്റത്തും ഒക്കെ പറഞ്ഞ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അത് വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുള്ളുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഇതേപോലത്തെ ഒരു വിത്തിട്ടിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. ഓരെന്താ പറഞ്ഞത്? നിങ്ങൾ സംഘടിക്കൂ, ശക്തിയാക്കുക. സംഘടിച്ചാൽ എന്നെ ശക്തി ചെയ്യും. സംഘടിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ സംഘടിക്കുമ്പോഴല്ലേ ശക്തി ഉണ്ടാകും. ഈ പള്ളിയിലുള്ള ആൾക്കാർ ഈ പകുതി നിന്റെ നേരെ അങ്ങോട്ടുള്ള ഒരു സംഘമായി കൂടി. അപ്പൊ ബലെന്താവും? ഈ സംഘത്തിനോട് വെറുപ്പുള്ളവരായിരിക്കും. ഭിന്നപ്പിൽ തമ്മിലുള്ള ഫൈറ്റ് ആണോ അല്ലവായി? ആ റൂള് ഇവിടെ വിതരണം ചെയ്ത് ഒരു പോയി. ഇപ്പോഴും അതിങ്ങനെ പൊട്ടി ഇങ്ങനെ തമ്മിൽ പ്രശ്നങ്ങളായി ഇങ്ങനെ പോവാൻ. ഈ ഉമ്മത്തിന്റെ ഊർജ്ജത്തിനെ പോയതുമായി കൈ അവിടെ കെട്ടണം എന്നുള്ളതിന്റെ പേരിലാണ് എത്ര സമ്പത്ത് ചെലവഴിനാലും എവിടെ കൈ കെട്ടണം, എവിടെ കൈ കെട്ടണ്ട, എവിടെ കിട്ടിയാലും കെട്ടിക്കോട്ടെ. കെട്ടാത്തോണ്ടല്ലോ അവിടെ കണ്ടമാനം. ഓനെ പറ്റി ആൾക്ക് പ്രശ്നമില്ല. പള്ളിയിലാകെ ആളുണ്ടാവും. സുബീക്ക് ഓ കുരു തോന്നണം നോക്കട്ടെ എന്നുള്ളതിലാണ് ഇവിടുത്തെ വലിയ തർക്കം. ഇവിടെ സുബീക്ക് വരാതെ പറയണുണ്ട്. അതിനെ പറ്റി ആർക്കും ഒരു ബേജാറില്ല. ആള് വരലുണ്ട്, ഒരു കുരു തോന്നണമാണ് പാട്ട്. അതുകൊണ്ട് സ്വർണ്ണ വരെ ഇത് മറ്റോമാരെ പണിയാണ്. ഒരിട്ട വൃത്താണ്. അതുകൊണ്ട് ഉമ്മത്തി മനസ്സ് വരട്ടെ. എല്ലാവരും ഇവിടുത്തെ ക്രിസ്ത്യാനും ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും എവിടെ എത്തണം.
എനിക്ക് പറയാൻ തന്നെ പേടി. അവരൊക്കെ പാടെ വന്നാണ് തള്ളായിട്ടുള്ളത്. ഒരു ബേജാറുണ്ട്. അള്ളാഹു ഉണ്ടാക്കിയ സ്വർഗാണെന്ന് അതിന് ഒരു കുറവുണ്ടാവില്ല. ഒരാൾക്ക് राय के जाने के बराबर ईमान बचा कर ले गया, इस दुनिया से 10 गुनी बड़ी जन्नत अता फरमाएंगे. राय के दाने के बराबर. राय എന്താ? കടുക് മണിന്റെ അളവിലുള്ള ഈമാൻ ഒരാൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര അളവായി? കടുക് മണിന്റെ അളവുള്ള ഈമാൻ ഒരാൾ കൊണ്ട് പോവുകയാണെങ്കിൽ ഇസ് ദുനിയ സെ 10 ഗുനി ബടി ജന്നത്ത് അതാ ഫർമാएंगे. ഈ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗ്ഗത്തെ ആ മനുഷ്യനും ആർക്ക്? ആ കടുകുമണിന്റെ ഈമാനിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിനെ വിളിച്ചാലാണ് നിങ്ങൾ ആരെങ്കിലും. അതുകൊണ്ട് എല്ലാവരും ഗുണകാംക്ഷ. അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞത് ഗുണകാംക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഗുണകാംക്ഷ എല്ലാവരും രക്ഷപ്പെടട്ടെ. ചിന്തിച്ചൂടെ അങ്ങനെ ഇൻഷാ അല്ലാഹ്? നമുക്കൊരു ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി ധൈര്യമില്ല. കാരണം എല്ലാവരും മെമ്പർഷിപ്പും കീശയുണ്ട്. പിന്നെ വാല് അമ്മിന്റെ ചോട്ടിലും ഉണ്ട്. വിചാരിച്ച സമയത്തൊന്നും ചെയ്യാൻ കഴിയില്ല, പായാൻ പറ്റില്ല. തലച്ചോറുകൾ ഏതൊരു ഓഫീസിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നിങ്ങൾ ആകെ ഉപദേശം ഓരോ ഓഫീസിന്റെ ഉള്ളിൽ തലച്ചോറ് കൊണ്ടേക്കാം. കാരണം ഒരു കുട്ടി പോയാൽ നമ്മൾ മനസ്സിലായില്ലേ? ഒരാളെ മനസ്സിലാക്കുക, ഇതിനനുസരിച്ച് ജീവിക്കാം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ് എന്റെ ജീവിതത്തിന്റെ മക്സദ്. ഞാൻ ഒറ്റയ്ക്ക് കബറിൽ പോകും. അന്ന് എന്റെ റബ്ബിനോട് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കും. അന്ന് ഞാൻ നന്നാവണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ മരിക്കുകയാണെങ്കിൽ ഇന്നലെ ദിവസം ചോദിച്ചു. അപ്പൊ യൗമുൽ ഇത്നൈനാണ്, തിങ്കളാഴ്ചയാണ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മരിച്ചെന്ന് ചോദിച്ചു. യൗമുൽ ഇത്നൈനാണ്, തിങ്കളാഴ്ചയാണ് മരിച്ചത്. പറഞ്ഞു ഞാനും ഈ ദിവസം പോകാൻ സാധ്യതയുണ്ട്. ആര് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, എന്നെ ഈ വസ്ത്രം അരക്കണം, എന്നിട്ട് എനിക്ക് കഫൻ തുണിയായിട്ട് ഇതുകൊണ്ട് പുതിയ. അപ്പൊ പുതിയ വസ്ത്രത്തിന് പുതിയ ആൾക്കാർക്ക് ജീവിച്ചിരിക്കുന്നവരാണ് പുതിയ വസ്ത്രത്തിന് നല്ലത്. ഞാൻ എന്തായാലും പോവാണ് ഈ വസ്ത്രം. ഇത് അല്പസമയത്തേക്കുള്ളതാണ്. എത്ര പറയുവായി? അല്പസമയത്തേക്കുള്ള വസ്ത്രമാണിത്. ഒന്നുകിൽ ഇതിനേക്കാൾ ഉത്തമമായ വസ്ത്രം എന്ന് ധരിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഉള്ള വസ്ത്രം പിച്ച് ചീത്തപ്പെടും. രണ്ടാമതൊന്നും സംഭവിക്കാൻ പോവാണ്. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞു? ആരാ പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്. അബൂബക്കർ ഇതേ വാക്കാണ് പറയുന്നത്. ഒന്നുകിൽ എന്നെ ഇതിനേക്കാൾ നല്ല വസ്ത്രം ധരിപ്പിക്കപ്പെടും. എന്റെ വസ്ത്രത്തിൽ ഞാൻ അധികാരി കുറെ സമ്പത്തിന്റെ വസ്ത്രത്തിൽ ദുർവ്യയം ചെയ്യരുത്. കഫത്തുണിക്ക് നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾക്ക് എത്ര കഫത്തുണിയുടെ അത്ര പതിച്ചു, അതിൽ അമിതം കാണിക്കണ്ട. ഇത് എന്തായാലും കുറച്ച് സമയത്തേക്ക് ഉള്ളൂ. ഒന്നുകിൽ ഇതിനേക്കാൾ നല്ല വസ്ത്രം എന്നെ അണിയിക്കപ്പെടും, അല്ലെങ്കിൽ ഈ വസ്ത്രം പിച്ച് ചീന്തപ്പെടും. ഇതൊക്കെ എനിക്കും വരാനുള്ളത്. ഞാൻ ചെയ്തത് എനിക്കിന്റെ കവറിലുണ്ടാവുള്ളൂ, നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഒരാളും കൂടെ ഉണ്ടാവില്ല. പിന്നെ വെറുതെന്തിനാ ജീവിതം പാഴാക്കുന്നത്? ഉമ്മത്തി മനസ്സോട് കൂടി ജീവിക്കും. എല്ലാവർക്കും സൈലം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ, എല്ലാവരും സ്വർഗത്തിൽ പോട്ടെ. ഒരു മനുഷ്യന് നരകത്ത് പോയത് ഇതായിട്ട് സഹാബാക്കളുടെ ഫിക്കർ, ഇതായിട്ട് നിബിധങ്ങളുടെ ശാസ്ത്രങ്ങളുടെ ഫിക്കർ. അത് സഹാബാക്കളെ ആരും നരകത്ത് പോയത്, ആരും നരകത്ത് പോയത്. യുദ്ധത്തിൽ ഒരാൾ ഒളിച്ചു നിന്നിട്ട് മുസ്ലിമീങ്ങൾ അങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിമീങ്ങൾ അങ്ങനെ വധിക്കുക, മൂവരും ഒളിഞ്ഞിക്കും, അടുത്ത വരുന്നാളെ പിന്നീട് വധിക്കും. ഇതൊരു സഹാബി കണ്ടു, നേരിട്ട് അയാളെ പോയി പിടിച്ചു, കീഴടക്കി, വാളൂരി അയാൾ കരിമേലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുസ്ലിമാണ് എന്നുള്ള അർത്ഥത്തിൽ ചൊല്ലി. പക്ഷെ ആ വാളൂരി ആൾ കൊടുത്തുപണി. കാരണം ഒളിഞ്ഞു നിന്നിട്ട് ആക്രമണം നടത്തി. അത് കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു, അടുക്കലെത്തി വിഷയം പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, വിചിത്രമായ സംഭവം. കുറെ സഹാബക്കളെ ഷഹീദാക്കി വധിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ അയാളെ കൈവിട്ടപ്പോൾ ഞാൻ അയാൾക്ക് എലിബന്ധം ചൊല്ലി ഞാൻ നോക്കിയാൽ കൊടുത്തു പറഞ്ഞു. അപ്പോഴേക്കും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ അവസ്ഥ മാറി. നബിതങ്ങളുടെ ശാസനങ്ങൾ ചോദിച്ചു, പറഞ്ഞതിന് ശേഷം അയാളെ കൊന്നൊന്നു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ അയാളെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. സ്വാഭാവികത നമുക്കൊക്കെ മനസ്സിലാവൽ അങ്ങനെയാണ്. ഒളിഞ്ഞിന്ന് വലിച്ചോണ്ടി കഴിഞ്ഞ് പിറ്റപ്പോ പിന്നെ കരിമല്ലി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാണ്. നിബിധന്റെ ശാസനങ്ങൾ അങ്ങനെയാണെന്ന് അങ്ങനെ ആയിക്കോട്ടെ. അല്ലല്ല, നിബിധന്റെ ശാസനങ്ങൾ അപ്പൊ പറഞ്ഞു,
എന്താ അയാളെ ഹൃദയം കീറി നോക്കിയോ? ഓൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ? സത്യസന്ധമായി പറഞ്ഞതാണോ? മാതാ തഖൂലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ, ഖിയാമത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ പറയാന്ന് ചോദിച്ചു. ആ സഹാബിയോട് ആവർത്തിച്ച് ചോദിച്ചു, മാതാ തഖൂലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ, മാതാ തഖൂലു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സഹാബി പറയാണ്, ഞാൻ വിചാരിച്ചു പോയി ഈ സംഭവത്തിന് ശേഷം ഞാൻ മുസ്ലിമായ മഞ്ഞന്. അത്ര തന്നെ സാഹചര്യം. ഒരു മുമ്പിന്റെ നേരെ തമാശക്ക് പോലും ആയുധം നീട്ടാൻ പാടില്ല. നമ്മളുണ്ടല്ലോ ഇവിടെ അർക്കാതെന്ന് പറഞ്ഞിങ്ങനെ കത്തി കാണിക്കൽ നിബിധങ്ങളുടെ ശാസ്ത്രങ്ങൾ വ്യക്തമായി നിരോധിച്ച കാര്യമാണ്. തമാശക്ക് പോലും ഒരു തോക്ക് ചുണ്ട എവിടെയെങ്കിലും ഒരു ആയുധം ചൂണ്ടാൻ പാടില്ല. അത് കുറ്റകരമാണ് എന്ന് റസൂലുള്ളാഹി ശാസ്ത്രങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ആലോചിക്കണം. ഉമ്മത്തിനോട് കരുണ കാണിക്കും, മനുഷ്യരാശിനോട് കരുണ കാണിക്കും. നബിയുടെ ശാസ്ത്രങ്ങൾ വല്ലാതെ ചീത്ത പറഞ്ഞാല് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ അങ്ങ് അനുവദിക്കാറുണ്ട്, അവനെ അടിച്ച് പല്ല് ഫുള്ള് ഞാൻ തെറിപ്പിക്കാം. നമ്മൾ പറഞ്ഞ അടിച്ച് പല്ലെറിപ്പിക്കലല്ല, ഒറിജിനൽ. കാരണം അവന് പല്ലുണ്ടായിട്ട് എന്ത് ചെയ്ത് സംസാരിക്കരുത്. നബിയുടെ ശാസ്ത്രം ഞങ്ങള് ഉമർ റളിയല്ലാഹു അൻഹു ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾക്ക് ദേവദൂതരുണ്ടായിരുന്നു. നബിയുടെ ശാസ്ത്രങ്ങൾ അപ്പം പറഞ്ഞു, ഉമറെ ഒരു പക്ഷേ ഈ നാവ് നമുക്ക് അനുകൂലമായി കൂടെ. ആ സഹാബി മുസ്ലിമായി, ഇസ്ലാമിന് വലിയ ഉപകാരം ചെയ്തു. തന്നെ നാവുണ്ട്, നാവുണ്ട്, ഗുണകാംക്ഷ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ജൂതനുണ്ടായിരുന്നു, നല്ല കണക്കറിയുന്ന ആളായിരുന്നു, നല്ല കണക്കറിയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു കൂട്ടുകാരോട്, അയാളെ കെലിമ ചൊല്ലിയില്ലെങ്കിൽ നമ്മളെ വൈദ്യന്മാർ അയാളെ ഏൽപ്പിക്കായിരുന്നു. എന്നുവെച്ചാൽ സഹാബാക്കളുടെ ഫിക്രതാണ് എങ്ങനെങ്കിലും മുസ്ലിം ആവട്ടെ, എങ്ങനെങ്കിലും നരകത്തിന്റെ തീ രക്ഷപ്പെടട്ടെ. നമ്മളെ ആൾക്കാർ നരകത്തിലാക്കാൻ വേണ്ടി വന്നവരല്ല, നമ്മളെ കാലം തന്നെ നമുക്കറിയാം. അവർ സാധാരണ ഉമ്മത്തി ഫിക്ർ ഉണ്ടാവണം, ചിന്ത ഉണ്ടാവണം. ഒരു മനുഷ്യന് നരകത്തിൽ പോയത് കെലിമ ചൊല്ലിയൊരു പോയത്, കെലിമ ചെല്ലാത്ത പോയത്, അത് നമ്മളെ ചിന്ത ആയിക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാര്യം ചിന്തിക്കോ ഇൻഷാഅല്ലാഹ്. അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി സമ്പത്ത് ചെലവാക്കണം. ഒറ്റ കാലം ചൊല്ലി നമ്മൾ എന്തൊക്കെ സമ്പത്ത് ചെലവാക്കിയത്, നമുക്ക് വേണ്ടി എന്താ ചെലവാക്കിയത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദീനിന് വേണ്ടി സ്വന്തം ശരീരം ചെലവാക്കണം. പിന്നെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വേറെ ആളെ സമ്പത്തും നിന്റെ ശരീരം പറ്റൂല. അതിന് വലിയ എഫക്ട് ഉണ്ടാവില്ല. വേറെ ആളെ ശരീരം ഇന്റെ സമ്പത്ത് അത് ഉണ്ടാവില്ല. ഞാൻ സമ്പത്ത് ചെലവാക്കാൻ ഞാൻ പരിശ്രമിക്കും. അതിന് കൂടുതൽ ബാക്കി ചെലവാക്കണമെങ്കിൽ ചെലവാക്കിക്കൊണ്ടേ, കുഴപ്പമൊന്നുമില്ല. നമ്മളെന്താ പറയല്ലേ, പൈസ എല്ലാം പറയും, പൈസ ഞാൻ തരാം, നമ്മൾ ഇതിനൊക്കെ നടപ്പിലാക്കില്ല. മറ്റൊരു പറയുമ്പോൾ കായെന്നാ മതി, ഞങ്ങൾ നടപ്പിലാക്കിക്കോളും. അവിടെ എന്തായാലും രണ്ട് രൂപത്തിലെ സ്വന്തം സമ്പത്ത് ചെലവാക്കുമ്പോഴാണ് വേദന ഉണ്ടാകുക. KSRTC ബസ്സിനാണല്ലോ എറിയല്. എന്തുകൊണ്ട് അത് പ്രശ്നമില്ല. നമ്മളെ ജനല ഒരിടത്ത് മാവുണ്ട്, ഇപ്പുറത്ത് നമ്മളെ പേര്, അപ്പുറത്തെ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലിനിക്ക് ഗവൺമെന്റിന്റെ. ചെക്കന്മാർ അവിടെ നിന്ന് വരികയാണ്, നമ്മളെ ക്ലാസ്സിന് കൊണ്ടു ജനലിന്. ഇവിടുന്ന് അങ്ങോട്ട് വരണം, അതിനെ കൊണ്ട് എവിടെ സമ്മതിക്കാം? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടാണ്. കാരണം നമ്മളെ ക്ലാസ് കുട്ടിയാൽ നമ്മൾ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അതിന് പൈസ ചെലവാക്കിയ നമ്മളാണ്. പൈസ എന്തിന് ചെലവാക്കണോ അപ്പോൾ ഉണ്ടാവും. സമ്പത്ത് ചെലവാക്കി എന്നിട്ട് വിഷമിക്കും. അപ്പൊ ആൾക്കാർ ദീനിലെ നമുക്ക് വേദന തുടങ്ങും, നമുക്ക് കരച്ചിൽ തുടങ്ങും. പഠിച്ചോനെ പള്ളിയിലാണെങ്കിലോ, പഠിച്ചോനെ ആൾക്കാർ വരുന്നില്ലല്ലോ, ആൾക്കാർ മദ്യപിക്കാണല്ലോ, ഓരോ കഞ്ചാവ് കുടിച്ചിട്ട് കേൾക്കുമ്പോൾ ഹൃദയത്തിലൊരു വേദന ഉണ്ടാവും. പഠിച്ചോനെ ഇതൊക്കെ നമ്മളെ ജില്ലയിൽ മുസ്ലിം കുട്ടിയൊക്കെയാണല്ലോ അത് വെക്കുന്നത്, എന്തൊരവസ്ഥയായി പോയി എന്ന് പറഞ്ഞ് കരയുന്ന അവസ്ഥ ഉണ്ടാവണം. ഉമ്മത്തിന് വേണ്ടി ആര് കരയും? അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് ഒരു ഫിക്ർ ഉണ്ടാവണം. അതിനുവേണ്ടി സ്വന്തം സമ്പത്ത് ചെലവാക്കി ഒന്ന് നാട് വിട്ടൊന്ന് അങ്ങോട്ടോ പോയി, അപ്പോഴതൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ സഹാബാക്കൾ യാത്രയിൽ ഒരു ഉമ്മത്തി ഫിക്ർ ഉണ്ടായി. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്കൊരു ഫിക്ർ ഉണ്ടാവില്ല. പുറത്ത് അങ്ങോട്ടോ പോയി നോക്കി അപ്പൊ അവസ്ഥകൾ മനസ്സിലാവും. ഉള്ളേരികൾ പോയി നോക്കി എന്തൊക്കെ അവസ്ഥകളാണ്ടാകാം, എന്തൊക്കെ അവസ്ഥ ഉണ്ടാകാം. ദീനില്ലായ്മ മൊത്തം ഉണ്ടാവും. നക്ഷത്രമൊക്കെ എല്ലാവരും കണ്ണുമ്പിലുണ്ടാവും, എല്ലാവരും കണ്ണുമ്പിൽ തൂക്കിയിട്ടുണ്ടാവും. ഞാൻ എന്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നക്ഷത്രം ഇങ്ങനെ തൂക്കിയിട്ട് നല്ല ഉഷാറായി നിസ്കരിച്ചാൽ പോണ ഒരാളെ പേടിയായിരിക്കും. ആരാളോട് സാദൃശ്യമായ ഓരോരോ പെട്ടതാണ്.
പിരിവാങ്ങിയതല്ല. അവരവർക്കുള്ള ആരാധന അവരവർ ചെയ്യട്ടെ. പെരുന്നാളത്ത് നോക്കിയൊക്കെ ഈദ്ഗാഹിൽ ഒരു വരണം നമ്മൾ അവരോട് പറയും. അവരും വരില്ല. നമ്മൾ മാത്രം എല്ലായിടത്തും വെച്ചിട്ടാണ്. കാരണം നമ്മളെ കെലിമ ഒരു ലൂസ് കെലിമയാണ്. കെലിമയുടെ ആള് ഉറച്ചു നിൽക്കണം. ബിലാൽ ലൂസായില്ലെങ്കിൽ അടിയൊന്നും കിട്ടൂലേ. പ്രയാസങ്ങൾ വരുന്നത് കെലിമയിൽ ഉറച്ചിട്ടുള്ളതാണ്. നമ്മൾ കെലിമയിൽ ഉറച്ചിട്ടില്ല. ഈ നിലക്കുള്ള പരിശ്രമത്തിന്റെ വേറെ വരും. എനിക്ക് കുറിച്ച ഫേസ്ബുക്കിൽ ഇടുക. ഇസ്ലാമിക മുസ്ലിങ്ങളൊക്കെ തർക്കത്തിലുള്ള ആൾക്കാർ പോലും ഈ നാട് എഴുതുന്നു. ഞാൻ ഈ പറഞ്ഞത് ഏത് നാട്ടുകാരാണോ തോന്നുന്നുണ്ടോ? ഒക്കെ നിങ്ങൾക്ക് തോന്നിയോട്ടെ. കിയാമത്ത് ഇങ്ങനെ ഒരു ജുമാണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അന്ന് ഞങ്ങൾക്ക് ഞാൻ ഉണ്ടാകുന്ന എല്ലായിടത്തും കാട്ടുന്നു. നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാത്തത്? കേക്ക് പ്രശ്നക്കാരനല്ല, പക്ഷേ കേക്ക് പഞ്ചസാര അതിലെന്തൊക്കെയാണ് അതാണെന്നല്ല, അതാറാമെന്നല്ല. പക്ഷെ ഒരവസ്ഥ ഉണ്ടല്ലോ, ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ. മതത്തിന് സഹോദരനില്ല, മനുഷ്യ സൗഹാർദ്ദമില്ല. ലഘും ദീനക്കും വലിയ ദീൻ. നിങ്ങൾ നിങ്ങളുടെ ദീനനുസരിച്ച് റാഹത്തായി ജീവിച്ചോളി, ഞങ്ങൾ ഞങ്ങളുടെ ദീനനുസരിച്ച് റാഹത്തായി ജീവിച്ചോളൂ. അതാണ് അതിന്റെ അർത്ഥം. ആകെ നമ്മളെ ഇടപാടൊക്കെ നമ്മൾ ഈ ലഘും ദീനക്കും വലിയ ദീനമായിരുന്ന ആരോട് ഇതുപോലെ വാങ്ങണമെന്ന് ഞാൻ വാങ്ങി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഓർത്താറില്ലേ? ഉണ്ടോ ഇല്ലേ വായി. അതേ സ്റ്റൈലാണ് ഈ ലഘും ദീനം. നമ്മളെ ഭയങ്കര സാധനക്കാണ്. കിട്ടും പോലെ വാങ്ങിക്കോന്ന് പറഞ്ഞാല് എന്നോട് കിട്ടും ചോദിച്ചു വാങ്ങൂലേ എന്നൊക്കെ ചോദിക്കല്ലേ. അതിനകത്ത് തരാൻ നിൽക്കാനാ? അല്ല. ഇതേപോലെ ലഘും ദീനക്കും നിങ്ങളെ ദീനായിട്ട് വരി. വലിയ ദീൻ, ഇക്കിന്റെ ദീനുണ്ട്. എപ്പോഴാണ് വന്നത്? എപ്പോഴാണ് പറഞ്ഞത്? നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, 6 മാസങ്ങളിൽ നമ്മളെ ഇലാഹുവിനെ ആരാധിക്കുക, 6 മാസം ഞങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക. എങ്ങനെ കോംപ്രമൈസ്? 2.5 കൊല്ലങ്ങളും 2.5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ പോയി കോംപ്രമൈസ് എന്ന മാതിരി 6 മാസങ്ങളിൽ നിങ്ങളെ ഇലാഹിനെ നമ്മൾ ആരാധിക്കുക, ഞങ്ങൾ ബാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിച്ചോളൂ. അങ്ങനെ ഒരു കോംപ്രമൈസ് ആകാൻ വേണ്ടി വന്നതാണ് മക്ക മുശ്രിക്കുകൾ. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ നബി തങ്ങൾ പറഞ്ഞേക്ക്, യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരീങ്ങളെ, ഹക്കിനെ മറച്ചു വെച്ചവരെ, മനസ്സിലാക്കി ഉൾക്കൊള്ളാത്ത ആൾക്കാരുണ്ടാവും. യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്ന പ്രശ്നമില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങളാവട്ടെ ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരുമല്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദു മാ അബദ്തും ലക്കും ദീനുക്കും. അപ്പളാ പറഞ്ഞത് ലക്കും ദീനുക്കും വലിയത്. നിങ്ങൾക്ക് നിങ്ങളെ ദീൻ, എനിക്ക് എന്റെ ദീൻ, നമുക്ക് മശരന് കാണാം. അതിനപ്പ നമ്മള് ലക്കും ദീനുക്കും വലിയ ദീൻ അല്ലാഹു പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് മുറിച്ചാൻ പോവാം. അടത്തും അറിയാം. ഇവിടെ കല്ലപ്പ നമ്മള് അതിന്റെ നേതാവ്, ഇതിന്റെ നേതാവ്, അതിന്റെ അവിടെ സാറിനാരെ ഉമ്മത്തിനെ ഉമ്മത്തയച്ചു, മനുഷ്യരാശിയായിട്ട് കാണി. അതും ഈ ഉമ്മത്ത് തന്നെയാണ്. ഉമ്മത്തെ ഇജാബ, ഉമ്മത്തെ ദഅവ, രണ്ടുമ്മത്താണ്. ഒന്ന് ഉത്തരം നൽകിയവർ, അതാണ് കെലിമന്റെ ആൾക്കാർ. മറ്റേത് ഈ ഉമ്മത്ത് തന്നെയാണ്. ഇവിടുത്തെ നസ്രാണി, ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മറ്റോരൊക്കെ നമ്മുടെ ഉമ്മത്ത് തന്നെയാണ്. ഓരോ ദഅവ ചെയ്യണം അല്ലാഹുവിലേക്ക്. അല്ലാഹ് അവർ നരകത്തിൽ പോയത് ബസ്സിനുണ്ട്. അതിന്റെ അടുത്ത് ഓരോ ഭയങ്കര കച്ചറുണ്ടാക്കണമല്ലോ. ഒരു കാര്യം പറഞ്ഞിട്ട് ബസ് നരകമുണ്ട്, ആഖിറത്തുണ്ട്. സഹോദരൻ അവിടെ സത്യസന്ധമായി ജീവിക്കണം, മനുഷ്യ കാലാകാല ജീവിതത്തിൽ നഷ്ടപ്പെടരുത് എന്ന ബോധം നമ്മളിലുണ്ട്. അവിടെ പണിയെടുക്കുന്ന അവിടെ സമ്പത്ത് ശരീരം ചെലവാക്കാൻ തയ്യാറല്ലേ? അല്ലാഹു സൗകര്യമാക്കട്ടെ. അവിടെ വീട്, ഭാര്യ, മക്കൾ, കച്ചവടം, കൃഷി ഒന്നും ഒഴിവാക്കണ്ട. അതിന് തർത്തീബുണ്ടാക്കുക, കുറച്ച് സമയം പുറപ്പെടുക. ഗലികളും കമ്പോളങ്ങളും വീടുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇസ്ലാമിന്റെ അവസ്ഥ എന്താണ്, ദീനിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജനുവരി 1-ാം തീയതി ജമാഅത്ത് പുറപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നും മഗ്‌രിബിന് ആരൊക്കെ കുറച്ച് സമയം അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവാക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മാനസികാരത്തിന് ഇൻഷാ അല്ലാഹ് നമുക്ക്